അല്പനേരത്തെ ചിന്തയ്ക്കായി ആധാരമായി മാർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 35, 36, 37 വാക്യങ്ങൾ നാം വായിക്കുവാൻ പോകുന്നു. മാർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 35, 36, 37 വാക്യങ്ങൾ ആരെങ്കിലും ഉച്ചഭാഷയുടെ സഹായത്തോടെ നിങ്ങൾ വായിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. ശീമോൻ കൂടെയുള്ളവരും അവന്റെ പിന്നാലെ ചെന്നു. അവനെ കണ്ടപ്പോൾ എല്ലാവരും തന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. മതി എല്ലാ കണ്ണുകളും അടയ്ക്കുമോ? യേശുവിന്റെ നാമത്തിൽ എല്ലാ കണ്ണുകളും ഈ രാത്രികാലം അടച്ചോട്ടെ. ഹല്ലേലൂയ. യേശുവേ, ഈ രാത്രികാലം ഈ വചനത്തിന്റെ ശക്തമേറിയ പ്രകാശനങ്ങൾ ജീവിതത്തിൽ ഒന്നുകൂടെ ഈ ജനത്തിന്റെ മേൽ കൈമാറപ്പെടുമ്പോൾ അനുഗ്രഹമായി തീരുവാൻ, അത് ഒരിക്കലും ശാപത്തിനല്ല, അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ യേശുവേ സാക്ഷാൽ ഈ വചനത്തിന്റെ പ്രകാശനങ്ങൾ ഈ ജനത്തിന്റെ മേൽ ഈ രാത്രികാലം നീ കൊടുക്കുന്ന വലിയ കൃപകൾക്കായി നന്ദി എന്ന് പറഞ്ഞ് എല്ലാ ദൈവങ്ങളും സ്തോത്രം ചെയ്താൽ ഈ രാത്രിക്കാരനെ നിറയ്ക്കാതെ വിടരുന്നപ്പാ, ഈ രാത്രിക്കാരനെ സമ്പൂർണ്ണമായി നിറയ്ക്കുന്ന വലിയ കൃപകൾക്കായി നന്ദി എന്ന് പറ. എല്ലാവരും ചേർന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ എല്ലാവരും ചേർന്ന് അല്പസമയം ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുന്ന് ബലപ്പെടുവാൻ യേശുവേ, ഈ അന്തരീക്ഷം ചേഞ്ച് ആകുവാൻ, ഈ നാളുകൾ ആത്മീയ അന്തരീക്ഷത്തിൽ ഞാൻ ജീവിപ്പാൻ, ഈ ലോകത്തിന്റെ പോക്കൽപ്പെട്ട് ഞങ്ങൾ താഴാതെ ജീവനും മരണത്തിനും നിന്റെ കയ്യിൽ അത്രയുള്ളത്. ഈ നാളുകൾ ജീവൻ തന്ന സേവമായി സൂക്ഷിച്ച വലിയ കൃപകൾക്കായി നന്ദി എന്ന് പറഞ്ഞ ഈ നാളുകളിൽ ഞങ്ങൾക്കുള്ള ആവശ്യമുള്ള ദൂതി രാത്രികാലം നൽകി തരുന്ന വലിയ കൃപകൾക്കായി നന്ദി. ഹല്ലേലൂയ. നല്ല ദൈവമേ, നല്ല രാത്രിക്കായി സ്തോത്രം. ഞങ്ങൾ തിരുവെഴുത്ത് തുറന്നിരിക്കുന്നു. അങ്ങ് ഈ ജനത്തോട് സംസാരിക്കുന്ന കൃപകൾക്കായി നന്ദി. ഈ രാത്രികാലം ഈ ജനത്തിന് വേണ്ടി നീ കൈമാറുന്ന ദൈവവചനങ്ങൾ ഒരിക്കലും അത് നിഷ്ഫലമായി പോകുന്ന അനുഗ്രഹത്തിന് അത് കാരണമായി തീരുവാൻ ഈ നാളുകൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അധികാരത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈ നാളുകൾ പരിശുദ്ധാത്മാവ് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും തടയപ്പെടരുതപ്പാ. എന്നാൽ തിരികെമില്ലാത്ത ഒരു വാക്ക് മടിയുടെ നാവിൽ കൂടെ വരാതിരിക്കാൻ സൂക്ഷിക്കണമേ. ഈ രാത്രികാലം ജനത്തിന് ആവശ്യമുള്ള തോത് ഒന്നും തടയപ്പെടരുതപ്പാ. എന്താവശ്യമുള്ള തോത് ഈ ജനത്തിന് വേണ്ടി കൈമാറി അവൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ അയക്കുന്നുണ്ടോ അത് അങ്ങനെ തന്നെ നിർവഹിക്കുന്ന കൃപകൾക്കായി മതി. ഈ രാത്രികാലം അടിയാനെ തൃക്കരത്തിലേൽപ്പിക്കുന്ന ക്രൂശിന്റെ മറവിൽ വഹിക്കുന്നത് കൊണ്ട് സ്തോത്രം. താഴ്ത്തിയേൽപ്പിക്കുന്ന യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം മാറ്റമില്ല, എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് മാറ്റം വരുത്തുവാൻ കഴിയും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിന് ഒരിക്കലും മാറ്റമില്ല, എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് മാറ്റം വരുത്തുവാൻ കഴിയും, രൂപാന്തരം വരുത്തുവാൻ കഴിയും. അപ്പോസ്തലനായ പൗലോസ് ആകട്ടെ പുതിയ നിയമത്തിലുള്ള ഏത് സുവിശേഷകന്മാർ പറയുന്ന ഒരു വാക്യമുണ്ട്: അവനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നവർ ഒരിക്കലും ലജ്ജിതരായി പോകുന്നില്ല. ഹല്ലേലൂയ. അവന് വേണ്ടി ശരണം പ്രാപിച്ചിരിക്കുന്നവർ ഒരിക്കലും അവൻ ലജ്ജിതരാകത്തില്ല. വചനത്തിന് വേണ്ടി നിൽക്കുന്നവർ, ദൈവ പ്രത്യാശയോടെ നിൽക്കുന്നവർ ഒരിക്കലും ഈ നാളുകൾ തളരത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ വചനത്തിന്റെ വീര്യം മനസ്സിലാക്കുമ്പോൾ ആമേനോ സ്തോത്രം പറഞ്ഞു. ഈ രാത്രികാലം നിങ്ങൾ അത് സ്വീകരിക്കുക, അത് നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി മാറും. നിങ്ങളൊരു വിടുതൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളൊരു വിടുതലാണ്, രോഗസൗഖ്യമാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, അത് ആരാധനയേക്കാൾ വചന സന്ദേശത്തിലേക്ക് നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. വചനം വിളമ്പപ്പെടുമ്പോൾ അത്രയും ആ രോഗസൗഖ്യം നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ശരീരങ്ങളിൽ വ്യാപിക്കുന്നു. നിങ്ങൾ അറിഞ്ഞിരിക്കണം. 120 സങ്കീർത്തനം ഇപ്രകാരം പറയുന്നു: വചനം പ്രസംഗിക്കുമ്പോൾ തന്നെ എല്ലാവരും സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ. ഒരു വിശുദ്ധീകരണമാണോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 15:3 പറയുന്നു: ഇപ്പോൾ കേട്ട വചനത്താൽ നിങ്ങൾ വിശുദ്ധീകരണം പ്രാപിച്ചിരിക്കുന്നു എന്ന് വചനം പറയുന്നുണ്ട്. എന്നാൽ വചനം ഇപ്രകാരം ശക്തമായി പറയുന്ന ഒരു വാക്കുണ്ട്: വചനം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താൽ വരുന്നു. ആമേൻ. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താൽ വരുന്നു എങ്കിൽ ഈ രാത്രിക്കാലം വിശ്വസിക്കുകയും വെളിപ്പാട് 1:3 പറയുന്നതനുസരിച്ച് ഇപ്പോൾ ഈ പ്രവചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വായിക്കുന്നത് നിങ്ങൾ അനുസരിച്ചാൽ അത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും. ഹല്ലേലൂയ. ആ വചനം ഒരിക്കലും വെറുതെയല്ല, അത് വെറുതെ പോകത്തില്ല. അത് ഇരുവാൾ തലയുള്ള മൂർച്ചയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ള വാളാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ രാത്രിക്കാലം വിളമ്പപ്പെടുന്ന, ഇവിടെ നിന്ന് വിളമ്പപ്പെടുന്ന ഏത് വചനവും നിന്നെ ശക്തീകരിക്കും. നിങ്ങൾ ഒരിക്കലും അത് വെറുതെ അത് മടങ്ങത്തില്ല. അത് ചെയ്യേണ്ട കാര്യം തീർത്തും അത് ചെയ്തിരിക്കും. വചനത്തിൽ
വിശ്വസിക്കുക, പ്രാർത്ഥനയും വിശ്വസിക്കുക. ഈ രാത്രികാലം നിങ്ങൾ ഏറ്റവും അനുഗ്രഹമായ ഒരു രാത്രിയായി തീരട്ടെ. നിങ്ങൾക്കറിയാം മർക്കോസിന്റെ സുവിശേഷം 4 കാര്യങ്ങൾ ഞാൻ ഈ വേദഭാഗത്തിൽ നിന്ന് 4 കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുവാൻ അത്രയും ഞാൻ കർത്തൃകൃപയിൽ ആശ്രയിച്ച് കാത്തിരിക്കുന്നത്. അതിന് മുൻപായിട്ട് തന്നെ വളരെ അധികം സ്പർശിച്ച ഒരു ഗാനമാണ് ആദ്യമായി നമ്മൾ വായിച്ചു തുടങ്ങി, ഇന്ന് പാടി തുടങ്ങിയത്. ഒന്ന്, അവങ്കിലേക്ക് ജ്ഞാനകോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. ആ ഗാനമാണ് നമ്മൾ ഒന്നാമതായി ഇന്ന് പാടി തുടങ്ങിയത്. 34-ാം സങ്കീർത്തനത്തിൽ ദാവീദ് രേഖപ്പെടുത്തുന്ന ഒരു മനോഹരമായ ഒരു വാക്യമാണ്, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. ഈ നാളുകളിൽ പ്രതിസന്ധി നിറഞ്ഞ, ഈ കോവിഡ് പകർച്ചവ്യാധികൾ നിറഞ്ഞ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വിശ്വാസ ദൈവസഭയ്ക്ക് ഞാൻ കൈമാറുന്ന ആദ്യത്തെ വചനത്തിലെ എപ്പോഴും അവന്റെ സ്തുതി നിങ്ങളുടെ നാവിന്മേൽ ഇരിക്കട്ടെ മാത്രം. അതിന് 5-ാമത്തെ വാക്യം അതിമനോഹരമാണ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവിടെ മുഖം ലജ്ജിച്ചു പോയതില്ല. 10-ാമത്തെ വാക്യം അതിനേക്കാൾ ഭയങ്കര വിശിഷ്ടമാണ്. ആ വചനം നിങ്ങൾക്കറിയാം, സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്നിരിക്കും, എന്നാൽ അവനെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. എന്നാൽ പറയുക, ഈ നാളുകളിൽ പഞ്ചം പട്ടിണി തല വിരിച്ച് ഈ ലോകം മുഴുവനും ആടുമ്പോൾ ഒരിക്കലിന് പോലും നിങ്ങളുടെ കുടുംബത്തിന് ഒന്നിന് പോലും അവൻ എന്ത് ചെയ്തിട്ടില്ല, മുട്ട് വരുത്തിയിട്ടില്ല. ഞങ്ങൾ ആമേൻ പറയാമോ ദൈവത്തിന്? ഹല്ലേലൂയ. അന്നുള്ള ആഹാരത്തിന് വഴി ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആ സങ്കീർത്തന വാക്യങ്ങൾ എത്ര മനോഹരമാണ്. എന്നാൽ അതിനേക്കാൾ എന്നെ ചിന്തിപ്പിച്ച ഒരു വാക്യം 18-ാമത്തെ വാക്യമാണ്. നമ്മൾ എപ്പോഴും പ്രാർത്ഥനയിൽ ഉരുവിടാറുണ്ട് ആ വാക്യം, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനത്രേ. ഹല്ലേലൂയ. മനസ്സ് തകർന്നവരെ അവൻ ആശ്വസിപ്പിക്കുന്നു. അതിനേക്കാൾ മനോഹരമാണ് 19-ാമത്തെ വാക്യം, നീതിമാരുടെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എന്നാൽ എല്ലാറ്റിൽ നിന്നും അവൻ നമ്മെ വിടുവിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നീതിമാന അനർത്ഥങ്ങൾ ഇല്ലെന്നല്ല, അസംഖ്യമാകുന്നു, എന്നാൽ എല്ലാറ്റിൽ നിന്നും അവൻ നിങ്ങളെ വിടുവിക്കുന്നു. ഈ രാത്രികാലം പ്രതിസന്ധി വരും സിസ്റ്റർ ബ്രദർ, എല്ലാം ജീവിതത്തിൽ വരും, കടഭാരങ്ങൾ വരും, എല്ലാം വരും. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. എന്തെങ്കിലും ജീവിതത്തിൽ പരാജയങ്ങൾ നാളുകൾ വരുന്നുണ്ടെങ്കിൽ, ഹോസ്റ്റൽ പോയിന്റ് സിറ്റുവേഷൻസ് ഒന്നും, ബലഹീനതയാണോ, രോഗമാണ്, കടഭാരമാണ്, എന്തുണ്ടെങ്കിലും ഈ വാക്യത്തെ ഒന്ന് മുറുകെ പിടിച്ചാൽ മതി. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എന്നാൽ എല്ലാറ്റിൽ നിന്നും അവൻ നിന്നെ വിടുവിച്ചിരിക്കും. ഹല്ലേലൂയ. വായിച്ച വചനം എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭേദഭാഗമാണ്, എല്ലാവരും വായിക്കാറുണ്ട്. എന്നാൽ 3ആയിട്ട് തിരിച്ച് പഠിപ്പിച്ചാൽ ഏറ്റവും അനുഗ്രഹമായി തീരും. വചനം ഞാൻ പ്രാർത്ഥിക്കുന്ന മുൻപേ ഇത് വിളമ്പപ്പെടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുമെന്നുള്ളത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കാരണം വേദവചനത്തിലൂടെ കഴിഞ്ഞ നാളുകളൊക്കെയും കഴിഞ്ഞ 2-3 ആഴ്ചകളായി ദൈവാത്മാവിനെ സ്പർശിക്കുന്ന സമയോട് കൈമാറുവാൻ പറയുന്ന ഒരു അതിമനോഹരമായ ആശയമാണ് പ്രാർത്ഥന എന്നുള്ളൊരു വിഷയം. എന്നാൽ പല പ്രസംഗങ്ങളും പ്രാർത്ഥനയെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ ഈ സഭയ്ക്ക് ഇത് അല്പം വ്യത്യസ്തമായി ഞാൻ തരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായി തീരും. ഈ നാളുകളിൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിച്ചിരിക്കുമെന്നുള്ളത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ അതിനെ ആമുഖ പ്രയോഗമായി ഒന്ന് മർക്കോസിനെ കുറിച്ചൊന്ന് പറഞ്ഞ് അല്പസമയം മർക്കോസ് സുവിശേഷത്തിനെ ഒന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് യേശുവിന്റെ പ്രാർത്ഥന എന്ന വിഷയത്തെ ഞാൻ വായിച്ച കുറിവാക്യത്തിലേക്ക് ഞാൻ മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. 3 ഭാഗമായി ഇത് പിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, മർക്കോസിനെ കുറിച്ച് അല്പ വിവരണവും, മാത്രമല്ല മർക്കോസ് സുവിശേഷത്തിനെ കുറിച്ച് അല്പ വിവരണവും. മൂന്നാമതായി യേശുവിന്റെ പ്രാർത്ഥന, പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ യേശുവിന്റെ പ്രാർത്ഥന, യേശുവിന്റെ കൂടെ നടന്ന പ്രവാചകന്മാരുടെ പ്രാർത്ഥന സമയം ലഭ്യമാകുന്നതനുസരിച്ച് പഠിക്കുവാൻ പോകുന്നു. എന്നാൽ സാക്ഷാൽ ഇത് അനുഗ്രഹമായി തീരട്ടെ. മർക്കോസിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ പൗലോസിന്റെ കൂടെ തന്റെ ശുശ്രൂഷ ആരംഭിച്ച ഏക ഒരുത്തനായിരുന്നു മർക്കോസ്. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ അവിടെ നിങ്ങൾ കാണുവാൻ കഴിയും, അന്ന് യോഹന്നാൻ അവിടെ പറയപ്പെടുന്ന വേറെ ആരുമല്ല മർക്കോസ് എന്നുള്ളത് വേദപണ്ഡിതർ ഉൾപ്പെടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, അത് മർക്കോസ് തന്നെയാണ്. എന്നാൽ മർക്കോസും പൗലോസും കൂടെ കാമ്പോസിൽ നിന്ന് ബെർഗയിലെത്തി അവിടെ എല്ലായിടത്തും അവർ ശുശ്രൂഷ ചെയ്യുന്നു. ബെർഗയിലെത്തിയിട്ട് അവർ ശുശ്രൂഷ ചെയ്തിങ്ങനെ വരുമ്പോൾ എല്ലാവരും ഈ മുഖവര കേട്ടാൽ മാത്രമേ എത്ര അധികം ദൈവത്തിന്റെ സാന്നിധ്യം നമ്മെ പകരപ്പെടണമെന്നാണ് നിങ്ങൾ പൂർണ്ണ ഉറപ്പാകുവാൻ കഴിയത്തുള്ളൂ. അങ്ങനെ കാമ്പോസിൽ നിന്ന് അവർ ബെർഗയിലേക്ക് ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ ശുശ്രൂഷിച്ച് വരുമ്പോഴത്തെ ഇവർ ആദ്യത്തെ ഭാഗം പൗലോസും ബർന്നബാസും കൂടെ ഇവരോട് ചേർന്ന് മർക്കോസും കൂടെ ശുശ്രൂഷ ചെയ്ത് ഇങ്ങനെ സഞ്ചരിച്ചു വന്ന് അവർ പൂർത്തീകരിച്ച ഒരു സ്ഥലമായിരുന്നു ബെർഗ എന്ന സ്ഥലം. എന്നാൽ അവിടെ ശുശ്രൂഷ നിർവഹിച്ച് പൂർത്തീകരിച്ചപ്പോൾ പെട്ടെന്ന് മർക്കോസ് പറയുന്നത്, ഞാൻ സുവിശേഷ വേലയിൽ എന്റെ കൂടാരത്തിലേക്ക് ഞാൻ മടങ്ങി പോകുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു പുറപ്പാട് മർക്കോസ് കൊടുക്കുവാനിടയായി. പെട്ടെന്ന് മർക്കോസ് പറയുന്നുണ്ട്,
നിങ്ങൾ ചരിത്രം വായിച്ചാൽ പെട്ടെന്ന് പറയുന്നത് പൗലോസിനെയും ബർന്നബാസിനെയും വിട്ടിട്ട് മാർക്കോസ് പറയുന്നുണ്ട്, ഞാൻ സുവിശേഷ വേലയിൽ നിന്ന് ഞാൻ പോകുക. അങ്ങനെ അവർ എല്ലാവരും ചേർന്ന് മാർക്കോസ് സുവിശേഷ വേല വിട്ട് പൗലോസിനെയും ബർന്നബാസിനെ വിട്ടൊഴിഞ്ഞു. അങ്ങനെ വീണ്ടും പൗലോസിന് ഒരു ചിന്ത തോന്നി, ഒരിക്കൽ കൂടി ശുശ്രൂഷിച്ച അതേ ഏരിയ അല്ലെങ്കിൽ അതേ സ്ഥലത്തോട് വീണ്ടും ഒന്ന് പോകണമെന്ന് പൗലോസിന് സൂചന തോന്നി. ദൈവാത്മ പ്രേരണ കൊടുത്തപ്പോൾ ബർന്നബാസിനോട് ചോദിച്ചപ്പോൾ ബർന്നബാസ് പൗലോസിനോട് പറഞ്ഞു, നമുക്ക് മാർക്കോസിനെ വേണമെന്ന് പറഞ്ഞു. സഭയ്ക്കുള്ള ദൂതൻ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കണമേ, നമുക്ക് ആരെ വേണം? മാർക്കോസിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ പൗലോസ് പറഞ്ഞു, ഒരിക്കലും വേണ്ട, അവൻ ശുശ്രൂഷയ്ക്ക് കൊള്ളത്തില്ല, അവൻ വേണ്ട എന്ന് ശക്തമായി പ്രതികരിക്കുകയും അങ്ങനെ പൗലോസിനും ബർന്നബാസിനും ശക്തമായ ഒരു വാക്കുതർക്കം ഉണ്ടാകുകയും അത് ശക്തമായ ഒരു പ്രതിരോധ ശക്തിയായി തീർന്നപ്പോൾ അവൻ ബർന്നബാസിനെ വിട്ടിട്ട് ശീലാസിനെ എടുത്ത് ശീലാസുമായിട്ട് സുവിശേഷ വേല തുടങ്ങി. സിറിയ കിലിക്കിയ എന്ന ദേശത്തിലേക്ക് പൗലോസും ശീലാസും കൂടി സുവിശേഷ വേല ആരംഭിക്കുമ്പോൾ സിറിയ കിലിക്കിയ എന്ന ദേശത്തിലേക്ക് പൗലോസും ശീലാസും കൂടി സുവിശേഷ വേലയ്ക്ക് നീങ്ങുമ്പോൾ ഇത് ഒറ്റപ്പെട്ടവരായി സുവിശേഷ വേല ഒന്നും ചെയ്യുവാൻ കഴിയാതെ മാർക്കോസ് ഇരുന്നപ്പോൾ ബർന്നബാസ് മാർക്കോസിനെ പിടിച്ചു. എന്നാൽ ഇനി കേൾക്കണം, നിങ്ങൾ ശക്തമായി കേൾക്കണം. അങ്ങനെ ബർന്നബാസും മാർക്കോസും കൂടെ കുപ്രോസ് എന്ന ദ്വീപിലെത്തി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എല്ലാവർക്കും അറിയാം, വേദപുസ്തകം വായിച്ചവർക്കറിയാം. മാർക്കോസും ബർന്നബാസും കൂടെ ഇത് കുപ്രോസിലെത്തി നിന്ന് അവർ ഇത് ശുശ്രൂഷ ചെയ്ത് 15 ഇത് നിങ്ങൾ അറിയണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 15ന്റെ അവസാനത്തെ ഭാഗം നിങ്ങൾ പഠിച്ചാൽ ഇത് വ്യക്തമായി കുപ്രോസ് എന്ന ദ്വീപിലേക്ക് ഇവർ രണ്ടുപേരും എത്തി. ഇങ്ങനെ രണ്ട് ടീമായിട്ട് ഇവർ ശുശ്രൂഷ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം 2 തീമോഥെയോസ് 4-ാം അധ്യായത്തിൽ ഇത് ശക്തമായിട്ട് വരുന്ന വെളിപ്പാടിനെ കണ്ടുകൊണ്ട് പൗലോസ് ഇത് അനേക വാക്യങ്ങൾ എഴുതി കഴിഞ്ഞു. അവിടെ ഞാനൊരു യാഗമായി ഒഴിക്കപ്പെടുവാൻ പോകുന്നു, നല്ല ഓട്ടം തികച്ചു വിശ്വാസം എനിക്കായി കാത്തിരിക്കുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നത് ഞാൻ അറിയുന്നു എന്ന് ശക്തമായി പുതിയ നിയമസഭയ്ക്ക് കൈമാറിയ പല പ്രവചന വാക്യങ്ങൾ നാം എപ്പോഴും ഉരുവിട്ട് പ്രാർത്ഥിക്കുന്ന വചനങ്ങളാണ്. നല്ല പോരാടി ഓട്ടം തികച്ചു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി എന്നുള്ള ഒത്തിരി വാക്യങ്ങൾ എഴുതിയിട്ട് അവസാനം ഇതാ പൗലോസ് എഴുതുന്നത്. എല്ലാവരും ശ്രദ്ധിക്കും. അവസാനം പൗലോസ് എഴുതുന്നത്, ലൂക്കോസ് മാത്രം എന്റെ കൂടെ ഉണ്ട്, എന്റെ ശുശ്രൂഷയ്ക്ക് മാർക്കോസും കൂടെ ഉപയോഗമുള്ളവരാണ്. ആമേൻ. മനുഷ്യൻ കാണുന്നത് പോലെയല്ല ദൈവം നിന്നെ കാണുന്നത്. ഈ രാത്രികാലം പ്രാരംഭ സമയത്ത് തന്നെ പറയട്ടെ, മനുഷ്യന്റെ ചിന്തയ്ക്ക് അതീതമാണ് ദൈവത്തിന്റെ ചിന്ത. ആര് നിന്നെ വേണ്ടെന്ന് പറഞ്ഞാലും അവന്റെ ചിന്ത അങ്ങനെയല്ല. ഈ നാളിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ ശുശ്രൂഷയിലോ വീട്ടിലോ ദേശത്തിലോ ചാർച്ചക്കാരോ ബന്ധുമിത്ര ആര് നിന്നെ ഉപേക്ഷിച്ചാലും ദൈവത്തിന്റെ ചിന്ത വേറെയാണ്. ഒരിക്കൽ പൗലോസ് മാർക്കോസിനെ ഉപേക്ഷിച്ചവനാണ്. എന്നാൽ പൗലോസ് തിളച്ച് എഴുതി വരും തീമോഥെയോസ് ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട്, അയ്യോ എന്റെ അടുത്ത ശുശ്രൂഷയിലേക്ക് എന്നോടൊപ്പം മാർക്കോസ് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, ലൂക്കോസ് മാത്രമേ എന്റെ കൂടെ ഉള്ളൂ. ഇത് വായിച്ചവർക്കായി സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ രാത്രികാലം ഞാൻ പറയട്ടെ, നിനക്കെതിരെ എഴുതിയത് മാറ്റി തിരുത്തി അവരുടെ വായിൽ നിന്ന് തന്നെ എഴുതുന്ന നാളായിരിക്കും 2022. ഇത്രയും ആമേൻ പറയും. നിനക്കെതിരെ പറയപ്പെട്ട നീ കൊള്ളത്തില്ല, നീ അത്രേ ഉള്ളൂ, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് യാതൊരു ഉപയോഗമില്ലാത്തവനെന്ന് പറയുന്ന അതേ വാക്കുകൊണ്ട് അതേ നാവ് കൊണ്ട് 2022 പറയപ്പെടുന്ന ദിനങ്ങളായിരിക്കും. അത് വിശ്വസിക്കുന്ന ആമേൻ പറഞ്ഞാട്ടെ. കാരണം നാം ചിന്തയിൽപ്പെട്ട് നിൽക്കരുത്. ദൈവത്തിന്റെ ചിന്ത, അവന്റെ പദ്ധതികൾ നാം പദ്ധതികളല്ല. അവന്റെ പദ്ധതിക്ക് നാളെ വിട്ടുകൊടുത്ത് യേശുവേ നീ എന്നെ മെനഞ്ഞ അന്ന് മുതൽ ഇന്ന് വരേക്കും രക്ഷിച്ച അന്ന് മുതൽ ഇന്ന് വരേക്കും നീ എന്റെ കൂടെ ഉള്ളത് കൊണ്ട് നിന്റെ പദ്ധതിക്കായി ഞാൻ കാത്തിരിക്കുന്നു പറയുന്നതായിരിക്കണം. ഞാൻ കടന്നു വരട്ടെ. അപ്പൊ മർക്കോസിനെ കുറിച്ച് ഇത്രയും വേദപുസ്തകം പറയുമ്പോൾ മർക്കോസ് സുവിശേഷം മനോഹരമായി 16 അധ്യായങ്ങൾ, യോഹന്നാൻ 21 അങ്ങനെ എഴുതിയെങ്കിൽ മത്തയി അതിനേക്കാൾ ഉപരിയായി എഴുതിയെങ്കിൽ 16 അധ്യായം മാത്രം കട്ട്ഷോട്ടായിട്ട് വിവരണമായിട്ട് അത് എഴുതാനുള്ള പ്രയോഗം മാത്രം എഴുതി കൈമാറിയ ഒരു മനോഹരമായ പുസ്തകമാണ് മർക്കോസിന്റെ സുവിശേഷം. ഈ മർക്കോസിന്റെ സുവിശേഷത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. അത് ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളെ പറഞ്ഞിരുന്നു. ഇതിന് വാക്കിനേക്കാളും ശക്തമായിട്ട് എന്താണ് പ്രവർത്തിക്കാണ് ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഒരു വാക്കിനേക്കാൾ പ്രവർത്തിക്കാണ്. നിങ്ങൾ 1 മുതൽ വായിച്ചു തുടങ്ങിയാൽ എല്ലാ വാക്കിൽ മാത്രമല്ല ശക്തി വെളിപ്പെട്ട് പ്രവർത്തിക്കാണ് ഇമ്പോർട്ടൻസ്. ഈ രാത്രികാലം ഞാൻ പറയട്ടെ, ഈ സന്ദേശം തീരും മുൻപേ ഒരു വാക്കുകൾ പ്രസംഗിപ്പാനല്ല ഞാൻ നിൽക്കുന്നത്. ഇതൊരു പ്രവൃത്തിയായി മാറും. നിങ്ങൾ ഓരോ ഭവനത്തിലും ഇതൊരു നല്ല പ്രവൃത്തിയായി മാറും. പലരും ചിലപ്പോൾ നിങ്ങൾ ഇടയ ആരാധനയ്ക്ക് വന്നെന്നുള്ളത് മാത്രം കാണും. ഇന്ന് ഒരിക്കലും പരിശുദ്ധാത്മാവ് നിങ്ങളെ
അങ്ങനെ വിടത്തില്ല, നിറച്ച് വിടുവാൻ പോകുന്നു. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കാരണം ഈ വരുവാനുള്ള ഭാഗങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ അതിലേറിയ ശക്തമേറിയ പ്രകാശനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തൊട്ടിരിക്കും. കാരണം നിങ്ങൾക്കറിയാമോ, വെറും വാക്കുകളല്ല മർക്കോസിന്റെ സുവിശേഷം പറയുന്നത്, പ്രവൃത്തികൾ. നിങ്ങൾ ചോദിക്കും, തെളിവുണ്ടോ ബ്രദർ? ഇത് 5-ാം അധ്യായത്തിലേക്ക് വാ. 12 വർഷം കൊണ്ട് രക്തസ്രവം ബാധിച്ച സ്ത്രീയെ ഇത് വിളിപ്പിക്കുന്നു. കയറി പോകുന്നില്ല അടുത്ത ഒരു പള്ളി പ്രമാണിയുടെ ഭവനത്തിലേക്ക്. ഇതാ രണ്ട് അവര് വരുമ്പോൾ തന്നെ എല്ലാം എന്താണ് വിടുതൽ 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 നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുവാൻ കഴിയും. നിങ്ങൾക്കറിയാമോ, ചില വിടുതലുകൾ നിങ്ങളുടെ ജീവിതം താമസിക്കുന്നവർ ദൈവം ചെയ്തെത്തുന്നില്ല. ഉടനെ ചെയ്ത ഒരു അത്ഭുതമുണ്ട്. എന്താണ് ഉടനെ ചെയ്ത? ഒത്തിരി അത്ഭുതങ്ങളുണ്ട്. 12 വർഷം രക്തസ്രവം ബാധിച്ച സ്ത്രീക്ക് ഉടനെ ദൈവം കണ്ട മാത്രത്തിന് അത്ഭുതം കൊടുത്തു. എന്നാൽ മഞ്ചത്തെ തൊട്ട് ഇതാ നോക്കിക്കോ, മരിച്ചു ഇതാ മഞ്ചത്തെ തൊട്ട് സ്ട്രീറ്റിൽ കൂടി കൊണ്ടുവരുമ്പോൾ അല്പം താമസിച്ചു കഴിഞ്ഞു. ഒരുത്തിരിത വീട്ടിൽ വച്ച് അത്ഭുതം ചെയ്യുന്നു, ഒരുത്തര മഞ്ചത്തിൽ കൊണ്ടുവരുന്നു, സ്ട്രീറ്റിൽ വെച്ച് റോഡിൽ വെച്ച് അത്ഭുതം കൊടുക്കുന്നു. ഇതാ വേറെ ഒരുത്തൻ വന്നു, നരിച്ച് 4 നാളായി നാശം. എന്നാൽ അവനെ നോക്ക് കല്ലറയ്ക്കിൽ ചെന്ന് വിടുവിക്കുന്നു. അപ്പൊ നിന്റെ ജീവിതത്തിൽ സമയം ഒരു ഇമ്പോർട്ടന്റ് അല്ല, ഏത് പ്രതിസന്ധി ഇമ്പോർട്ടന്റ് അല്ല, ഏത് സ്ഥലമാണ് ഇമ്പോർട്ടന്റ് അല്ല. ദൈവത്തിന് അത്ഭുതം ചെയ്യുവാൻ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ദൈവത്തിന് ഒരു വീര്യ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ അനുകൂലത വേണ്ടേ വേണ്ട ദൈവത്തിന്. ആ സിറ്റുവേഷൻ ദൈവത്തിന് വേണ്ടേ വേണ്ട. അങ്ങനെയാണെങ്കിൽ ആ മഞ്ചത്തിൽ തൊട്ട് സ്ട്രീറ്റ് റോഡിൽ വെച്ച് യേശു കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിക്കേണ്ട കാര്യമില്ല. ലാസറിന്റെ കല്ലുകൾ 4 നാൾ നിൽക്കേണ്ട കാര്യമില്ല. എന്നാൽ നിങ്ങൾക്ക് ഒരു കാര്യം ഈ രാത്രിക്കാലം പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രവൃത്തിയേക്കാൾ, അതായത് വാക്കിനേക്കാൾ പ്രവൃത്തിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് മർക്കോസ് സുവിശേഷം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. യേശു കർത്താവ് ഒരിക്കൽ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിറവിയിലെ കുരുടനെ ഒരുത്തൻ കാണുന്നുണ്ട്. പിറവിയിലെ കുരുടൻ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കും, പിറവിയിലെ കുരുടൻ നിങ്ങൾ അവിടെ കാണുവാൻ കഴിയും. പിറവിയിലെ കുരുടൻ നിങ്ങൾ കാണുമ്പോൾ ഇവൻ ചെയ്ത, ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, ഇവൻ ചെയ്ത കുറ്റമോ ഇവന്റെ മാതാപിതാക്കൾ ചെയ്ത കുറ്റമോ എന്ന് പറയുമ്പോൾ യേശു കർത്താവ് പറയപ്പെടുന്ന ഒറ്റ ഡയലോഗ് അവിടെ അതിപ്രസക്തമാണ്. ഇവൻ ചെയ്ത പാപവുമല്ല, ഇവന്റെ അമ്മയപ്പന്മാർ ചെയ്ത പാപമല്ല, എന്റെ പ്രവൃത്തി എന്റെ മഹത്വം വെളിപ്പെടേണ്ടതിന്. ഹല്ലേലൂയ. സ്പർശമയുടെ ശിഷ്യന്മാർക്ക് കൈമാറുന്നവരുണ്ട്. എന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന് ഈ നാളുകൾ വിശ്വാസിക്കപ്പെട്ട എല്ലാ ദൈവത്തോടും ഞാൻ കൈമാറട്ടെ. പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടിയിട്ടാണ് ചില പ്രതിസന്ധികളോട് നീ കടന്നു പോകുന്നത്. എത്ര പേര് വിശ്വസിക്കുന്നത്? ഹല്ലേലൂയ. അപ്പൊ നീ പാപം ചെയ്യുന്നത് കൊണ്ടല്ല, ചില പ്രവൃത്തികൾ നിന്നിൽ വെളിപ്പെടുവാൻ വേണ്ടി മാത്രം. കടഭാരമായിരിക്കാം, രോഗമായിരിക്കാം, അടുത്ത ലെവലിലേക്ക് നീ കടക്കുവാൻ കഴിയാത്ത ഒരു അന്തരീക്ഷമായിരിക്കാം വീട്ടിൽ, അല്ലെങ്കിൽ രോഗമായിരിക്കാം. ഏത് തരത്തിലുള്ള പ്രതിസന്ധികൾ അനുഭവിച്ചാലും നീ ചെയ്ത പാപമല്ല, നിന്നിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ വേണ്ടി എന്ന് പറയുന്നവർ മാത്രമാണ് പറഞ്ഞാണ്. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് മുതൽ പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെയാണ്. യേശുവേ, എന്റെ ജീവിതം താമസിക്കുന്നത് വേസ്റ്റ് അല്ല, എന്തോ ഒരു പദ്ധതിക്ക് വേണ്ടി മാത്രമാണ്. പ്രതിസന്ധി ഒരിക്കലും പരാജയത്തിനല്ലെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഈ രാത്രികാലം ആരംഭത്തിൽ തന്നെ ഞാൻ പറയട്ടെ, എന്തെങ്കിലും ദൈവപ്രവൃത്തി നിന്നിൽ വെളിപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പ്രതിസന്ധിയുടെ വഴി നടത്തിയായിരിക്കും ദൈവം നിനക്ക് തരുന്നുള്ളത് നീ മറന്നു പോകരുത്. ഇയ്യോബ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ പോകുന്ന വഴി തമിഴ് അരുമയാക சொல்ல நான் செல்லும் பாதையை நான் அறிவேன், அவர் என்னை பொன்னை போல் விளங்க செய்வார். நான் செல்லும் பாதையை நான் அறிவேன், அவர் என்னை பொன்னை போல் விளங்க செய்வார். ஹல்லேலூயா. എത്ര പേർക്ക് ആ വചനത്തിന് വേണ്ടി ആമേൻ പറയുവാൻ കഴിയും? ഈ നാളുകൾ ചെറിയ ചെറിയ പ്രതിസന്ധികൾ ഇനി തളരരുത്. കാരണം ഇനി തളരരുത്, എല്ലാം പ്രവൃത്തിയുടെ ദൈവാത്മാവ് നിങ്ങൾ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ദൈവകൃപയെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവസഭ പഠിക്കണം. ഹല്ലേലൂയ. ആ പ്രാർത്ഥനയുടെ വീര്യം എപ്പോഴാണ് കൂടുന്നത്? നിന്റെ ജീവിതത്തിൽ ദീർഘ്യം കൂടുന്നത്, പ്രാർത്ഥനയുടെ ദീർഘ്യം കൂടുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? പ്രതിസന്ധി കൂടുമ്പോൾ പ്രാർത്ഥനയുടെ ദീർഘ്യം കൂടണം. 30% പ്രതിസന്ധി വരുന്നെങ്കിൽ ജീവിതത്തിൽ 70% പ്രാർത്ഥിക്കാൻ പഠിക്കും വിശ്വാസി. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ അത് വിജയകരമായി തീരും. 30% പ്രതിസന്ധി വരുമ്പോൾ അയ്യോ പോയെന്നത് കളയാനല്ല. ഈ നാളുകൾ നിങ്ങൾക്കറിയാമോ, ആർക്ക് വേണമെങ്കിലും വഴിതെറ്റും. ഈ ജീവിത പ്രമാണത്തെ സ്വീകരിച്ചവൻ ഒരിക്കലും വഴിതെറ്റില്ല. പോസ്റ്റ്മാൻ വഴിതെറ്റും, പോലീസുകാരൻ വഴിതെറ്റും. എന്നാൽ ഇതിനെ ജീവിത പ്രമാണമാക്കി മാറ്റിയ ഒരുത്തൻ പോലും ഇന്ന് വരയ്ക്കും വഴി തെറ്റിയിട്ടില്ല. ശത്രുവൻ പടയെടുത്ത് വെട്ടുന്ന പണമാണ് ദൈവത്തിന്റെ വചനം. അത് സ്പർശനമായി പറയുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നവൻ ഒരിക്കലും പരാജിതനല്ല, അവൻ വിജയത്തിലേക്ക് തീരുമെന്ന് പറയുന്നവൻ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. ആമേൻ. അപ്പോ ഒരു കാര്യം ഇതിനെ ഒന്ന് ഉറപ്പിക്കണമെങ്കിൽ ഒരു വചനം വായിച്ചാൽ മാത്രമേ ഇത്രയും മുഖവരിയായി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പിക്കുവാൻ കഴിയത്തുള്ളൂ. യെശയ്യാവ് 14:27 വായിച്ചാൽ എന്തെങ്കിലും ദൈവപ്രവൃത്തി നിങ്ങളിൽ വീര്യപ്രവൃത്തികളെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവൃത്തികൾ നിന്റെ ജീവിതം ദൈവം ചെയ്യുവാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിലുള്ള ഒരു ശക്തിക്കും അത് തടുക്കുവാൻ കഴിയത്തില്ല.
യെശയ്യാവ് 14-ാം അധ്യായത്തിലെ 27-ാമത്തെ വചനം. സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു. അത് ദുർബലമാക്കുന്നവൻ ആര്? അത് ദുർബലമാക്കുന്നവൻ ആര്? അവന്റെ കൈ നീട്ടിയിരിക്കുന്നു. അവന്റെ കൈ നീട്ടിയിരിക്കുന്നു. മടക്കുന്നവൻ ആര്? അത് മടക്കുന്നവൻ ആര്? ഹല്ലേലൂയ. എത്ര പേര് ആമേൻ പറയും? ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ മുൻപിൽ ആശ്രയിച്ചിരിക്കുന്ന ദൈവസഭയുടെ രാത്രികാലത്ത് കൈമാറുവാൻ ആവശ്യമുള്ള ദൂതിതത്തെ നിനക്കായി ഒരു കാര്യം ദൈവാത്മാവ് ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തുള്ളവന് ഇപ്പുറത്തുള്ളവന് ആന്റിമാർക്കും ആംഗലമാർക്കും ആർക്കും അതിനെ തടയുവാൻ കഴിയത്തില്ല. അത് ആമേൻ പറഞ്ഞേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. ഒരു ദൈവപ്രവൃത്തി സ്വർഗ്ഗത്തിൽ നിന്ന് നിന്റെ തലയിലേക്ക് നിന്റെ ശിരസിലേക്ക് വീഴണമെന്ന് 2022 ദൈവാത്മാവ് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അനുകൂലത ദൈവത്തിന് വേണ്ട, ഒരു ആലോചനയും ദൈവത്തിന് വേണ്ട, ഒരു പാസ്റ്റർമാരുടെ പ്രാർത്ഥനയും വേണ്ട. ദൈവം തന്നിരിക്കുമെന്നുള്ള പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. അതത്രേ പറഞ്ഞത്. അവന്റെ കൈ നീട്ടിയാൽ അതിനെ തടുക്കുന്ന ആര്? ഒരു പാസ്റ്റർമാർക്ക് തടുക്കുവാൻ കഴിയത്തില്ല, ഒരു പുരോഹിതനും അതിനെ തടുക്കുവാൻ കഴിയത്തില്ല, ഈ ശിഷ്യന്മാർക്ക് പോലും തടുക്കുവാൻ കഴിയത്തില്ല. ഇതാ കൊണ്ട് നിർത്തി ഇതാ പറയുന്നുണ്ട്, ഇവൾ വ്യഭിചാരം ചെയ്തെന്ന് പറഞ്ഞ് അവളെ ശിക്ഷിക്കുവാൻ വേണ്ടി കൊണ്ട് നിർത്തിയപ്പോൾ മോശയുടെ ന്യായപ്രമാണത്തെ തെറ്റിക്കുവാൻ വേണ്ടിയും മാത്രമല്ല യേശുവിനെ കുരുക്കുവാൻ വേണ്ടി ചോദിച്ചപ്പോൾ അവനെ അനുഗ്രഹം മാറ്റി അവളെ പാപത്തിൽ ഉപമിച്ച ദൈവം വ്യഭിചാരിയായ സ്ത്രീയോട് ഇനി പാപം ചെയ്യരുത്, ഇവൾ ആരും നിന്റെ കുറ്റം വിധിച്ചില്ലല്ലോ, ഇല്ല, എന്നാൽ ഇനി പാപം ചെയ്യരുത്. ദൈവത്തിന്റെ ചിന്തകൾ ഒരിക്കലും നിങ്ങൾക്ക് നിരപ്പാൻ അല്ലെങ്കിൽ ചിന്തിപ്പാൻ കഴിയാത്തതുള്ളത് ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞതിന്റെ സന്ദേശത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ വായിച്ച വാക്യത്തെ 3ആയിട്ട് നമ്മൾ പിരിക്കുവാൻ കഴിയും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരു കാര്യം നിങ്ങൾ വ്യക്തമാണ്, ദൈവത്തിന്റെ പ്രവൃത്തി എന്തെങ്കിലും ജീവിതത്തിൽ വെളിപ്പെടുവാൻ ദൈവം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തടയപ്പെടത്തില്ല. വാക്കിനേക്കാൾ ശക്തി പ്രവർത്തിക്കാണെന്നുള്ളത് മാർക്കോസിന്റെ സുവിശേഷം വ്യക്തമാണ്, ക്ലിയർ കട്ടാണ്, അത് യാതൊരു സംശയവുമില്ല. അങ്ങനെ ഒരു വാക്യത്തിൽ നിന്ന് 1-ാം അധ്യായത്തിൽ തന്നെ യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിലെ ഒരു പ്രാർത്ഥനയാണ് വായിച്ചു കേട്ട വചനം. എന്നാൽ അതിനു മുൻപ് നിങ്ങളൊന്ന് ചിന്തിക്കണം, യേശു കർത്താവ് പ്രാർത്ഥിച്ച 3 സ്ഥലത്തെ കുറിച്ച് ഞാൻ പറയുവാൻ പോകുന്നു. യേശു കർത്താവ് പ്രാർത്ഥിച്ച ആരംഭത്തെ പരസ്യ ശുശ്രൂഷ അല്ലെങ്കിൽ യേശു കർത്താവ് ആദ്യമായി പ്രാർത്ഥിച്ചത് പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുൻപേ 3 വർഷക്കാല ശുശ്രൂഷ തുടങ്ങുന്നത് പ്രാർത്ഥനയിലായിരുന്നു. അതിന്റെ പ്രോസസ് ശുശ്രൂഷ ഉടനീളം പ്രാർത്ഥനയായിരുന്നു, തീരുന്നത് ഗതസമേലിൻ പ്രാർത്ഥനയായിരുന്നു. ഈ 3 കാര്യങ്ങൾ വ്യക്തമായി നിങ്ങൾ പഠിപ്പിച്ചിട്ടായിരിക്കണം അടുത്ത ഘട്ടത്തിലേക്ക് ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന്, നിങ്ങൾക്കറിയാം യേശു കർത്താവ് പരസ്യ ശുശ്രൂഷ തുടങ്ങിയത് തന്നെ പ്രാർത്ഥനയിലായിരുന്നു. യോഹന്നാന്റെ കീഴെ സ്നാനമേറ്റു. ലൂക്കോസ് 3:21 നിങ്ങൾ ആയുധങ്ങൾ വായിച്ചാൽ, ലൂക്കോസ് 3:21 വായിച്ചാൽ യേശു കർത്താവ് യോർദാൻ നദിയിൽ ഇതാ നടന്നിറങ്ങിയ തണുത്ത വെള്ളത്തിൽ നടന്നിറങ്ങി യോഹന്നാന്റെ താഴെ സ്നാനമെടുത്ത് ഇതാ പൊങ്ങിയപ്പോൾ ഇതാ സ്വർഗ്ഗം തുറക്കപ്പെട്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുവാൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന അനേക വാക്കുകളുണ്ട്. അത് വായിക്കുമോ? 3:21. ജനമെല്ലാം സ്നാനമേറ്റു. യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവസഭ, ഇതിനുപരിയായി ഒരു പഠനം നിങ്ങൾക്ക് ആവശ്യമില്ല. സ്നാനം എടുത്തത് കൊണ്ടല്ല ദൈവാത്മാവ് നിങ്ങളോടുകൂടെ ആയിരിക്കുന്നത്. സ്വർഗ്ഗം ഈ നാളിൽ നിങ്ങൾക്കായി തുറന്ന് അനുഗ്രഹത്തിന്റെ വർഷം നിങ്ങൾക്ക് തരണമെങ്കിൽ 2022 നിങ്ങൾക്ക് അനുഗ്രഹമായി തീരണമെങ്കിൽ ഇതിനപ്പുറത്ത് കൊണ്ടപൊട്ടി പറയുവാൻ കഴിയത്തില്ല. അനുഗ്രഹം കൊതിച്ചാൽ പോരാ. യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിൽ അവൻ തുടങ്ങിയത് തന്നെ എല്ലാവരും സ്നാനമേറ്റു. വലിയൊരു പുരുഷാരമുണ്ടായിരുന്നു, ആരും പ്രാർത്ഥിച്ചില്ല. അതുകൊണ്ട് ആളുകൾ ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് പറയുവാൻ പ്രസാദം തോന്നിയില്ല. ഒറ്റ ഒരുത്തൻ അവിടെ പ്രാർത്ഥിച്ചു, അത് നസ്രയനായ യേശു ക്രിസ്തു മാത്രമേ. ആമേൻ പറയും. യേശു കർത്താവ് ജലത്തിൽ നിന്ന് കരയേറി സ്നാനമേറ്റു. എന്തുകൊണ്ട്? അവൻ പ്രാർത്ഥിച്ചു, സ്വർഗ്ഗം തുറന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഈ രാത്രികാലം നിങ്ങൾ പറ, യേശുവേ, ഈ രാത്രികാലം ഏത് കാര്യം ഞാൻ ചെയ്താലും അത് പ്രാർത്ഥനയുടെ ആയിരിക്കും തുടങ്ങേണ്ടത്. 5 മണിക്ക് എണീക്കുന്നത് ഇമ്പോർട്ടന്റ്, 6 മണിക്ക്. അത് നിങ്ങളുടെ ശരീരത്തിന്റെ സുഖമനുസരിച്ചും ബലഹീനമനുസരിക്കും അല്ലെങ്കിൽ ശേഷി അനുസരിച്ചുമായിരിക്കും. എന്നാൽ എണീക്കുമ്പോൾ തന്നെ പ്രാർത്ഥനയോടെ തുടങ്ങുവാൻ നിങ്ങൾ ഈ ശീലിക്കുക. അത് ഈ ആണ്ടിന്റെ ഏറ്റവും അനുഗ്രഹമായിരിക്കും. ഒരിക്കൽ കൂടി ആരെങ്കിലും ജോലിക്ക് താമസം എന്ന് പറഞ്ഞ് ഒറ്റയുടെ എണീറ്റ് പോകരുത്. അല്ലെങ്കിൽ അവിടെ സമയമായി ഇവൻ വിളിച്ചിട്ടില്ല അവൻ വിളിച്ചത് ഒരിക്കലും പോകരുത്. എണീറ്റ ഉടനെ കുറച്ച് സമയങ്ങൾ യേശുവിന്റെ പാദത്തിൽ നിന്ന് അപ്പാ ഈ ദിനം തന്നത് കൊണ്ട് സ്തോത്രം, ഒരു പകൽ കൂടെ കാണുവാൻ കൃപ ചെയ്തതുകൊണ്ട് സ്തോത്രം എന്ന് പറഞ്ഞ് അന്ന് നീ പ്രാർത്ഥിക്കുമെങ്കിൽ ഇതേക്കൽ നദി തീരത്ത് ദാനിയേൽ വേണ്ടി ഇറങ്ങിയ സ്വർഗ്ഗം, കേവാർ നദി തീരത്ത് ഹെസേക്കിയേൽ വേണ്ടി ഇറങ്ങിയ ദൈവം, പത്മോസിൽ യോഹന്നാന് വേണ്ടി ഇറങ്ങിയ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങാതിരിക്കുമ്പോൾ എത്ര പേര് ആമേൻ പറയുന്നത്? ഇതേക്കൽ നദിക്ക് ഇതേക്കൽ നദി
നദിക്കരയിൽ ദാനിയേലിന് വേണ്ടി സ്വർഗ്ഗം ഇറങ്ങി വന്നു. കേബാർ നദിക്കരയിൽ പ്രാർത്ഥിച്ച ഒരു ഹെസക്കിയായ്ക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്നു. ഒറ്റയ്ക്ക് പത്മോസിൽ യോഹന്നാന് വേണ്ടി ഇറങ്ങി വന്ന ദൈവം സാക്ഷാൽ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ പ്രാർത്ഥിച്ച് ജയബലപ്പെടുമെങ്കിൽ ഒരു അന്ധകാര ശക്തികൾക്കും നിന്നെ തൊടുവാൻ കഴിയത്തില്ല. ലോകത്ത് ഏത് പ്രതിസന്ധിയിൽ നിന്നെ തൊടുവാൻ കഴിയത്തില്ല. അവൻ എന്റെ പ്രിയപുത്രൻ എന്ന് പറയുന്ന അതേ സ്വരം നിങ്ങളുടെ കാതുകൾ ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് പരിശുദ്ധാത്മാവ് മന്ത്രിക്കുന്ന നാളുകളായിരിക്കണം ഈ നാളുകൾ നിങ്ങൾ കേൾക്കേണ്ടത്. ഒന്നാമേൻ പറഞ്ഞാട്ടെ. രണ്ടാമതായി വളരെ സ്പർശിച്ചതാണ് നാം വായിച്ച ഈ വാക്യം. രണ്ടാമതായി യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിൽ വായിച്ച അല്ലെങ്കിൽ പകരപ്പെട്ട ഒരു വാക്യമാണ്. അതിൽ 35-36 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിച്ചാൽ മനോഹരമായി യേശു കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷയിൽ എവിടെയെല്ലാം പ്രാർത്ഥിച്ചിട്ടുള്ളത് ഒറ്റ കാര്യം നിങ്ങൾക്ക് പിടികിട്ടും. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. നിങ്ങളെല്ലാവരും എന്നെ ശ്രദ്ധിക്കണം. ഇനി വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും ശ്രദ്ധിക്കുക. മലയിൽ ചെന്ന് രാത്രി മുഴുവനും അവൻ കഴിച്ചു. അപ്പൊ ഒരു കാര്യം ആലോചിക്കണം. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, ബ്രദർ, ശരീരത്തിന് അത്ര സൗഖ്യം, അത്ര ഒരു ബലം പോരാ, അല്ലെങ്കിൽ എന്റെ പ്രതിസന്ധി പേടി വരുമ്പോൾ ഒരിക്കലും എനിക്കത് മാനുഷികമായി എന്നെ തളർത്തുന്നതാണ്, ആത്മീകമായി എന്നെ തളർത്തുന്നുണ്ട്, ആരോ എന്നെ പിടിച്ച് വിലക്കുന്നത് പോലെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല, ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരുന്നു, അല്ലെങ്കിൽ ക്ഷീണം വരുന്നു, ബലഹീനത വരുന്നു. ഇത് പറയുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് 11-ാമത്തെ വാക്യം വായിച്ചാൽ മതി. നിങ്ങൾക്ക് എല്ലാവരും സ്പർശനമാണ്, ക്ലിയർ കട്ടാണ്. വായിച്ചോ 11-ാമത്തെ വാക്യം. അവരോ ഭ്രാന്ത് നിറഞ്ഞവരായി യേശുവിനെ എന്ത് ചെയ്യേണ്ടു എന്ന് തമ്മിൽ ആലോചന കഴിച്ചു. ഇപ്പൊ മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായി. യേശു നോർമൽ സിറ്റുവേഷനിലാണ് പ്രാർത്ഥിക്കാൻ പോയത്. അവരോ ഭ്രാന്ത് നിറഞ്ഞവരായി യേശുവിനെ എന്ത് ചെയ്യേണ്ടു എന്ന് നടക്കുമ്പോഴാണ് യേശു കർത്താവ് മലയിൽ പോയി പ്രാർത്ഥിക്കുവാൻ തീരുമാനമെടുത്തത്. മല കയറി രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുവാൻ തീരുമാനമെടുത്തത്. ഇനി ആരും ഇതിനകത്തിരിക്കുന്ന ഒരാൾ പോലും ഒഴിഞ്ഞു മാറാൻ കഴിയത്തില്ല. എനിക്ക് പ്രതിസന്ധി ആയതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് ബലഹീനത ആയതുകൊണ്ട്, ഇതാ ഭ്രാന്ത് നിറഞ്ഞവരെ അവന് പുറകെ ഒരിക്കലും ആ സിറ്റുവേഷൻ നോർമൽ അല്ലായിരുന്നു എന്നുള്ളത് 100% വ്യക്തമാണ്. യേശുവിന്റെ അപ്പോഴത്തെ സിറ്റുവേഷൻ പ്രാർത്ഥിക്കുവാൻ മലമുകളിൽ കയറിപ്പോയത് ഒരിക്കലും എന്തല്ലായിരുന്നു, കറക്റ്റ് അറ്റ്മോസ്ഫിയർ അല്ലായിരുന്നു. അപ്പോൾ പ്രാർത്ഥിക്കുവാൻ ഒരിക്കലും കാണാത്ത മണ്ഡലത്തിൽ റൂം അടച്ചിട്ടുണ്ട്. നിന്റെ കാർപ്പറ്റിൽ ധാരാ കണ്ണുനീർ ഒഴുകുമെങ്കിൽ ഒത്തിരി വട്ടം പറഞ്ഞിട്ടുള്ളതാ. എന്നാൽ ആവർത്തന പ്രസംഗങ്ങളിൽ പറയരുത്. അതാണ് അനുഗ്രഹം. അതുകൊണ്ട് ആവർത്തിച്ച് പറഞ്ഞ് മതിയാകത്തുള്ളൂ. ചില കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞാൽ മാത്രമേ സഭയ്ക്ക് അതിൽ അനുഗ്രഹമായി തീരത്തുള്ളൂ. ഒരിക്കലും തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല സിസ്റ്റർ. എന്നാ തീരുമാനം എടുക്കുക. തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ഒരിക്കൽ കൂടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ എടുക്കുന്ന ഇന്ന് രാത്രി ഈ ആലയത്തിനകത്ത് തീരുമാനം തലമുറകൾ അനുഗ്രഹത്തിനായിരിക്കും. അങ്ങനെ 3 മണിക്കൂർ 4 മണിക്കൂർ ഉറങ്ങി പെട്ടെന്ന് 1 മണിക്കൂർ ഉറക്കം തെളിഞ്ഞ് നിങ്ങൾ എണീക്കുവാൻ കഴിയുമെങ്കിൽ 1 മണിക്ക് പ്രാർത്ഥിക്കും. വീണ്ടും കിടക്ക്. ആ 1 മണിക്കകത്ത്, ആ 1 മണിക്ക് നീങ്ങി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സകല അന്ധകാര ശക്തികളെ മാറ്റിമറിക്ക് ബലമായിരിക്കും ദൈവാത്മാവ് തരുന്നത്. പകൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, സന്ധ്യായാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഫാമിലി പ്രായം നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഏറ്റവും ശക്തമായിട്ടുള്ള അന്തരീക്ഷമായിരിക്കും രാത്രികളിൽ നിന്ന് തരുന്നത്. പരിശുദ്ധ പുതിയ കൃപാവരങ്ങൾ നിങ്ങളുടെ അതിർത്തിൽ തരും. നിങ്ങൾ ഇതുവരെ പ്രാപിച്ചിട്ടുള്ള ശക്തി പ്രാപിക്കുന്ന രാത്രിയുള്ള പ്രാർത്ഥനയാ. എത്ര പേര് ആമേൻ പറയുവാൻ കഴിയും? ഇന്ന് തീരുമാനമെടുക്കുക സിസ്റ്റർ. വെറുതെ കേട്ട് മടങ്ങരുത്, വെറുതെ വചനങ്ങൾ കേട്ട് മടങ്ങരുത്. ഇന്ന് തീരുമാനമെടുക്കുക. എത്രയോ തവണ പല പാസ്റ്റേഴ്സ് നമ്മൾ ഉപദേശിച്ചിട്ടുള്ളത് ഇതൊക്കെ. രാത്രി 1 നിമിഷമെങ്കിലും 1 മണിക്കൂറെങ്കിലും 1/2 മണിക്കൂറെങ്കിലും, അല്ലെങ്കിൽ രാവിലെ എണീക്കുവാൻ കഴിയുന്നുണ്ട് 4 മണി മുതൽ 5 മണി വരെ മാത്രം. അത് ഏറ്റവും സൈലന്റ് ആയ അറ്റ്മോസ്ഫിയർ ആണ്. ഒരു ഡിസ്റ്റർബൻസും ഇല്ലാത്ത സമയമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ സാക്ഷാൽ അതൊരു അനുഗ്രഹമായി തീരും സഭയ്ക്ക്. എത്ര പേര് ആമേൻ പറയും? ഹല്ലേലൂയ. വായിച്ച ലൂക്കോസ് 6:19 വായിച്ചോ. അതിന്റെ നമ്മൾ വായിച്ചതിന്റെ 19. അങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ വചനത്തെ ഒന്ന് കയറി പിടിച്ചാൽ മാത്രമേ അതിന് അനുഗ്രഹം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. 6:19 വായിച്ചു ബ്രദർ. ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട്. 6 എന്താണ്? 6:13 നമ്മൾ എന്താണ് വായിച്ചത്? 6:12 അവൻ മലയിൽ കയറി പ്രാർത്ഥിച്ചു തുടങ്ങി. 6:19 ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട്. വായിച്ചാട്ടെ ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട് എല്ലാവരെയും സൗഖ്യമാക്കി. എല്ലാവരെയും ശ്രദ്ധിച്ചാട്ടെ. എല്ലാവരെയും സൗഖ്യമാക്കി. രാത്രി മുഴുവനും എന്ന് പ്രാർത്ഥിച്ച യേശു കർത്താവ് താഴോട്ട് കയറിയപ്പോൾ
എന്നെ ഒന്ന് തൊടുവാൻ വേണ്ടി കേറിയപ്പോൾ ജാതികളെല്ലാം ഈ പ്രാർത്ഥനയ്ക്ക് കയറുന്നതിന് മുൻപേ ജാതികളെല്ലാം നിന്റെ മണ്ടയ്ക്ക് ഒരുത്തരമില്ലാത്ത തലവരുന്ന നിന്റെ മക്കൾക്കെതിരെ, ഒരുത്തരമില്ലാത്ത പ്രശ്നം നിന്റെ തലമുറകൾക്കെതിരെ. എന്നാൽ നീ രാത്രിയിൽ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അതിരാവിലെ സന്നിധിയിലായപ്പോൾ എല്ലാം നിന്റെ അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന രാത്രികളായി തീരുന്നത്. എത്ര പേരാമൻ പറയും? എത്ര പേർക്ക് ദൂത് മനസ്സിലായി? പേരുമ്പോൾ എത്ര പ്രതികൂലം, ശക്തമായിട്ടൊരു പ്രതികൂലം. എന്നാൽ മലയിൽ കയറി രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് ഇറങ്ങി വന്ന യേശു കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സൗഖ്യമാക്കി. അതല്ലേ 12 വർഷം രക്തസ്രാവം ബാധിച്ച യേശുവിനെ നോക്കി അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് ഇതാ എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവളിലേക്ക് കയറി. ശക്തി പുറപ്പെടാൻ വേണ്ടി നീ പ്രാർത്ഥിക്കുന്നതായിരിക്കണം. ഈ പരസ്യ ശുശ്രൂഷയിൽ നിങ്ങൾക്കറിയാമോ, മർക്കോസിന്റെ സുവിശേഷം പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രമാണ് അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് 12 വർഷം രക്തസ്രാവം ബാധിച്ച സ്ത്രീയെ പിടിപ്പിക്കണമെങ്കിൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെടണം. ഈ ലോകത്തിൽ കുഷ്ഠരോഗിയെ തൊടുവാൻ മടി, അല്ലെങ്കിൽ വിലകിയ കൊറോണ പേഷ്യന്റ് തൊടുവാൻ മടി, എല്ലാവരും മടിയാ, വാസ്തവമാണ്. എന്നാൽ നിന്നിൽ ഒരു ശക്തി ഉണ്ടെങ്കിൽ നിന്നിൽ നിന്ന് വ്യാപരിക്കുന്ന സ്പർശനം അത് പലർക്കും ആശ്വാസം എന്ന് പറയുന്നതിനേക്കാൾ അതൊരു സൗഖ്യമാണ് എന്ന് എത്ര പേരെ വിശ്വസിക്കുവാൻ കഴിയും? അവനിൽ നിന്ന് എല്ലാവർക്കും ശക്തി. ഒരാൾ പ്രാർത്ഥിച്ചാൽ മതി. കുടുംബത്തിൽ ഒരാൾക്ക് വിലകിയോ, ആരുമില്ലേ, ഭർത്താവ് അകലങ്ങളാണോ സാരമില്ല, മക്കൾ കിടന്ന് ഉറങ്ങാണോ സാരമില്ല, അമ്മായിയമ്മ കിടന്ന് ഉറങ്ങണോ സാരമില്ല, മാമൻ കിടന്ന് ഉറങ്ങാണോ സാരമില്ല. നീ ഇന്ന് പ്രാർത്ഥിക്കും സിസ്റ്റർ. രാത്രികളിൽ നിന്ന് തലമുറയ്ക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കും. അതിൽ അവർ എണീക്കുമ്പോൾ എല്ലാത്തിനും ഒരു നല്ല റീസൺ ആയിരിക്കും നിങ്ങൾ കിട്ടുന്നത്. ഇത് എത്രയോ തവണ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് കുടുംബത്തിൽ. എന്നാൽ നിങ്ങൾക്ക് ആഹ്വാനം ചെയ്ത് ഈ രാത്രികാലം ഒന്നുകൂടെ ഞാൻ പറയുന്നു, യേശു ശക്തി മലയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ശക്തി വ്യാപരിച്ചെങ്കിൽ ഈ നാളുകൾ തൊടുവാൻ വേണ്ടിയിട്ട് ഒത്തിരി പേർ കടന്നു വന്നെങ്കിൽ നിന്നെ തൊട്ട് നിന്റെ അടുത്ത് നിന്ന് അനുഗ്രഹം വാങ്ങുവാൻ വേണ്ടി ഈ കാരോട് ദേശത്ത് നിന്നും അനേകം നിന്റെ അടുത്ത് വരുവാനുള്ള, നിന്മേൽ പ്രാർത്ഥിക്കുവാൻ, നിന്റെ കരങ്ങളിൽ കീഴ് പ്രാർത്ഥിക്കുവാനുള്ള ആ ദിനങ്ങൾ ബഹുദൂരമല്ല. എന്നാൽ ഈ രാത്രിയാമങ്ങൾ കാത്തിരിക്കണം. ഹല്ലേലൂയ. മൂന്നാമതായി അവന്റെ ശുശ്രൂഷയിൽ അവന് എന്ത് ചെയ്തില്ല? പ്രാർത്ഥിക്കാൻ പഠിച്ചില്ല. അവസാനം ഒടുവിലത്തെ അവന്റെ ശുശ്രൂഷയിൽ 3.5 വർഷക്കാലത്തെ പരസ്യ ശുശ്രൂഷ തീർക്കുമ്പോഴും അവൻ പ്രാർത്ഥിക്കുവാൻ പഠിച്ചില്ല. ധാരാളം പ്രാർത്ഥനകൾ ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ 3 ഭാഗമായി മാത്രം തിരിച്ചു പറഞ്ഞതേ ഉള്ളൂ. അവൻ ഗദസമനയിൽ പ്രാർത്ഥിച്ചു, പിതാവേ കഴിയുമെങ്കിൽ എന്റെ ഭാഗം മാത്രം എന്നിൽ നിന്ന്, നിങ്ങൾ കഴിയുമെങ്കിൽ മാത്രം, എന്റെ ഇഷ്ടപ്രകാരം മാത്രമല്ല, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റണമേ. എത്ര പേർക്ക് പ്രയോജനം? വേദന, അതിദാരുണമായ വേദന. ഗദസമനയിൽ പോയിരുന്ന് ഒരുത്തൻ പ്രാർത്ഥിച്ചു. നടക്കുവാൻ പോകുന്ന അന്തരീക്ഷം എല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് കഴിയുമെങ്കിൽ അപ്പോഴും പ്രാർത്ഥിക്കുവാൻ വേണ്ടി പിതാവിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം 33 തിരുവയസ്സ് വരെ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം 3.5 വർഷക്കാലം സ്വന്തം ഇഷ്ടപ്രകാരമല്ല പിതാവിന്റെ ഇഷ്ടപ്രകാരം ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഈ പ്രാർത്ഥന അവിടെ ആവശ്യമില്ലായിരുന്നു. എന്നിട്ട് പോലും നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? നിങ്ങൾക്ക് മനസ്സിലായി? നിങ്ങൾ ആമേൻ പറഞ്ഞില്ല. 33 തിരുവയസ്സ് ജീവിച്ച യേശു കർത്താവ് 3 വർഷക്കാലം പിതാവിന്റെ സ്വന്തം ഇഷ്ടത്തിനാണ് വന്നത്. സ്വന്തം ഇഷ്ടത്തിനല്ല, പിതാവിന്റെ ഇഷ്ടത്തിനാണ് വന്നതാണെങ്കിൽ ഈ പ്രാർത്ഥന ആവശ്യമില്ലായിരുന്നു. എന്നിട്ടും യേശു കർത്താവ് പ്രാർത്ഥന എന്നുള്ള ഒരു കണ്ടന്റ് വരുത്തുവാൻ വേണ്ടി അവസാനം പ്രാർത്ഥിക്കുന്ന ഒരു പിതാവിനോട്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു കളയണം. ആമേൻ. എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ നാളുകളിൽ? എത്ര വേദനകൾ. 2022 തുടങ്ങിയപ്പോൾ പ്രതിസന്ധി തുടങ്ങിയില്ലേ? പല പ്രവാചകന്മാർ നമ്മെ നോക്കി അനുഗ്രഹ വാക്കുകൾ പറഞ്ഞാലും നീറുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരാറില്ലേ? എല്ലാം അനുഗ്രഹമായി മാറ്റുന്നത് നിങ്ങളെ കയ്യിലാണ്. ഹല്ലേലൂയ. നിങ്ങളെ കയ്യിൽ പ്രവചിക്കുന്ന പ്രവാചകന്മാരാകട്ടെ, ഞാനാകട്ടെ, ആരുമാകട്ടെ, അവരുടെ കയ്യിലല്ല നിങ്ങളുടെ ജീവിതത്തിലെ പദ്ധതി ഉള്ളതെന്നാണ് ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നത്. നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ച് ജയമെടുത്താൽ മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് നിങ്ങൾ കടക്കുവാൻ കഴിയത്തുള്ളൂ. ആര് ചിന്തിച്ചു 2023 ഒത്തിരി വാഗ്ദത്തങ്ങൾ നമ്മൾ കേട്ടതാ, എന്നാൽ എല്ലാം തകടം മറിഞ്ഞു, എല്ലാ ബിസിനസ്സുകൾ പറഞ്ഞു, എല്ലാ ജോലി സ്ഥലത്ത് ശമ്പളമില്ലാതെയായി, എല്ലാവർക്കും പല പ്രയാസങ്ങൾ നേരിട്ടു. 2022 എല്ലാവരും പറഞ്ഞു ഇല്ല, എല്ലാം അടുത്ത് കൊറോണ തീർന്നു എന്ന് പറഞ്ഞു. അടുത്ത ഒരാഴ്ച കഴിയുമ്പോൾ അടുത്ത വ്യാപനം തുടങ്ങി. ഞാനെങ്കിലും ചിന്തിച്ചിരുന്നു 2022 കൊറോണ വൈറസ് ഇങ്ങനെ വരുമെന്ന് ചിന്തിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ച കാലം ആ ദേവദാസൻ പറഞ്ഞ ഒരു കാര്യം എന്നെ തൊട്ടു. ബിൽ ഗേറ്റ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് പറഞ്ഞു. നിങ്ങൾ കേട്ടായിരുന്നു? ബിൽ ഗേറ്റ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? ആമേൻ. വ്യവസായത്തിലാണ്. അവൻ കൃഷിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ധാരാളം ഏക്കർ കണക്കിൽ വാങ്ങി. ചിന്ത നല്ല എന്നെ സ്പർശിച്ചു. കാരണം ഇത്ര ബുദ്ധിമാനായ, ഏൺ ചെയ്യുവാൻ വേണ്ടി ഇത്ര ബുദ്ധിമാനായ ആ വ്യക്തിത്വത്തിന് പോലും മനസ്സിലായി ഇനി നാളുകൾ യുദ്ധക്കളമാണ്. ഒരിക്കലും പഞ്ചത്തിനൊന്നും കുറവില്ല. പഞ്ചം വരുമെന്നുള്ളത് പൂർണ്ണമായി നമ്മളത് അറിയുന്നില്ലല്ലോ. ഈ നാളുകൾ കേൾക്കണമേ പ്രിയ ദൈവസഭയെ. അവസാനമായി ദൈവത്തിന്റെ പ്രാർത്ഥന എന്തായിരുന്നു?
അവസാനമോ അതായിരുന്നു. എന്നാൽ ഇന്ന് ഒരു കാര്യം നിങ്ങൾ തീരുമാനം, അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ കടക്കാൻ പോകുന്നു. ഒരു കാര്യം നിങ്ങൾ തീരുമാനമെടുക്കണം. യേശു കർത്താവിന്റെ ആരംഭം, ആ പ്രോസസ് മനസ്സുശുശ്രൂഷയിലും അവസാനം പ്രാർത്ഥിച്ചെങ്കിൽ നാം ഒരിക്കലും പ്രാർത്ഥിക്കാതെ ഒരേ കിട്ടാൻ പോകുന്നില്ല. ഇന്ന് തീരുമാനമെടുക്കണം. എത്ര പേരെ തീരുമാനം കരം ഉയർത്തിയാൽ ആശുവേ അനേകരുടെ കരം ഉയർത്തില്ല. കാരണം പ്രാർത്ഥിക്കാൻ കഴിയത്തില്ലെന്നാണോ? പ്രാർത്ഥിച്ചാൽ അനുഗ്രഹമാണ്. ഇത് വേദപുസ്തകത്തിലുള്ളതാണ്. പഠിപ്പിക്കലെല്ലാം വേദപുസ്തകത്തിൽ നിന്ന് യേശു കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്ന് തീരുമാനമെടുക്കുക. രണ്ടാമതായി, എന്താണ് ഇതിന്റെ അടുത്ത കാര്യങ്ങൾ മനസ്സിലാക്കുക? പഴയ നിയമത്തിൽ അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ പ്രവാചകന്മാരുടെ പ്രാർത്ഥന ഒന്ന് തൊട്ടാൽ അത് ഏറ്റവും അനുഗ്രഹമായി തീരും. നിങ്ങൾക്കറിയാമോ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഴയ നിയമത്തിൽ അബ്രഹാം പ്രാർത്ഥിക്കുന്നവനായിരുന്നു, ഇസഹാക്ക് പ്രാർത്ഥിക്കുന്നവനായിരുന്നു, യാക്കോബ് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. എന്നാൽ മനോഹരമായി എന്നെ തൊട്ട വ്യക്തിത്വമാണ്, ഞാൻ കഴിഞ്ഞ ആഴ്ച പറയുകയുണ്ടായി, യാക്കോബ്. യാക്കോബ് എന്ന കടവിലിരുന്ന് ഇത് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നെ അനുഗ്രഹിച്ചിട്ടില്ലാതെ നിന്നെ ഞാൻ വിടുകയില്ല. പലപ്പോഴും പ്രാർത്ഥന ഇങ്ങനെ തീരണം, ദൈവത്തിന്റെ നിലമ്പാലെ വീഴണം. ജോയ്കുട്ടി പാസ്റ്റർ പറയുന്ന ആ വാക്കുകൾ ഞാൻ കടമെടുത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നു. നിലമ്പാടെ വീഴുന്ന ഒരു പ്രാർത്ഥനയായിരിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. ഇനി സാധാരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ നടക്കത്തില്ല. കാരണം ശക്തമായിട്ടുള്ള പ്രതികൂല അന്തരീക്ഷം മാറ്റപ്പെട്ട് കഴിയും. നാം ഒരു അനുഗ്രഹം ദൈവം തരുമെന്ന് തീരുമാനമെടുക്കും. ഒരു കടപ്പാലം മാറുന്നത് പോലെ തോന്നുമ്പോൾ 10 കട പേര് വരും. അവൻ 10 ചെലവുകൾ വരും. 10,000 രൂപ ഈ മാസം ബാക്കി എടുക്കാമെന്ന് ചിന്തിക്കുമ്പോൾ 20,000 ചെലവുകൾ വരും. അത് ശത്രു കൊണ്ടുവരുന്ന പദ്ധതികളാണ്. ഈ നാളിൽ നിങ്ങൾ മനസ്സിലാക്കണം ഇതിന്റെ. കാരണം 20,000 രൂപ നീ ബാക്കി എടുക്കുമെന്ന് ചിന്തിക്കുമ്പോൾ 40,000 കടമകത്ത് വരും. എന്തുകൊണ്ട്? അത് ശത്രു കൊണ്ടുവരുന്ന പദ്ധതിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിലപാട് വീണോ, രാത്രികാലം പ്രാർത്ഥിച്ചാൽ മാത്രമല്ല നിലപാട് വീണോ. എന്തുകൊണ്ട്? ഇതിനെ അനുഗ്രഹിച്ചിട്ടല്ലാതെ വിടച്ചില്ല. ഈ യാക്കോബേ, ഇസ്രായേൽ എന്ന നാമകരണം ചെയ്യേണ്ടവനാണ് നീ. ഇസ്രായേൽ എന്ന നാമകരണം ചെയ്യേണ്ടതാണ് നീ. ഒരു അടിമ പെണ്ണിന് വേണ്ടി, ഒരു പെണ്ണിന് വേണ്ടിയിട്ട് 6 വർഷം നീ കളയുവാൻ, നീ ആ ദർശനമുള്ള വെളിപ്പാടുള്ള യാക്കോബേ, ഒരു പെണ്ണിന് വേണ്ടിയിട്ട്, പിന്നെ അവളെ കിട്ടാൻ വേണ്ടിയിട്ട് 7 എന്ന് 14 വർഷം, പിന്നെ ഒരു 6 വർഷം അടിമ പണി ചെയ്തിട്ടാണോ നീ ദൈവ സാന്നിധ്യത്തിലേക്ക് മടങ്ങേണ്ടത്? പലപ്പോഴും ദൈവസഭയ്ക്ക് ആർക്കോ വേണ്ടിയിട്ട്, എന്തിനോ വേണ്ടിയിട്ട്, ഒന്നുമില്ലാത്ത കാര്യങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നിലംപരിചയായി ഇത്ര ദൂരം നീ സ്നേഹിച്ച എല്ലാവരും നിന്നെ ഒരു ദിവസം തള്ളിക്കളയുമെന്നുള്ളത് പൂർണ്ണ ഉറപ്പാണ്. എന്നാൽ അടുക്കള പണി ചെയ്ത് തീർക്കേണ്ടതല്ല നിന്റെ ആയുസ് എന്നുള്ളത് നിങ്ങൾ തീരുമാനമെടുക്കുക. ഒരു ദിവസം ജാതികൾക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടിയിട്ട്, കാരോടിന് വേണ്ടി നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ അന്ന് തുടർന്ന് നിന്റെ അനുഗ്രഹത്തിന്റെ വാതിൽ. എത്ര പേർ അതിന് ആമേൻ പറയും? എത്ര പേർ ആമേൻ പറയും? എന്തെങ്കിലും ഒരു ദിവസം കാരോടിന് വേണ്ടി ഈ സഭാ ഹാളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും ഒരു ദിവസം 5 വർഷമോ 10 വർഷമോ കഴിഞ്ഞിട്ട് ഈ കാരോട് ദേശത്ത് ഉണർവ് സംഭവിച്ചാൽ അതിന്റെ ഒരു വ്യക്തിത്വമുള്ളതുകൊണ്ട് നീയാണെന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അതിന് ഒരു ദിവസം നീയാണെന്നുള്ളത് സ്വർഗത്തിലെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ എന്തോ കുടുംബമൊന്നല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. ഒരു ദിവസമെങ്കിലും യാക്കോബ് എന്റെ ഭാര്യമാരെല്ലാം കടത്തിവിട്ടിട്ട് അപ്പക്കരയ്ക്ക് കടത്തിവിട്ടിട്ട്, ഇതാ യേശുവേ നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ വിടുകയില്ല. യാക്കോബ്, നിനക്ക് എന്തിനാ അനുഗ്രഹത്തിന് കുറവ്? ആടുമാടുകൾക്ക് കുറവുണ്ട്, നിങ്ങൾക്ക് ഭാര്യ ബന്ധുമിത്രങ്ങൾക്ക് കുറവുണ്ട്, എല്ലാം സേഫ് അല്ലേ? നേരത്തെ ഇരുന്നതിനൊക്കെ എല്ലാം ഉണ്ടല്ലോ. പിന്നെ എന്ത് അനുഗ്രഹമാണ് നിനക്ക് വേണ്ടത്? പുതിയ നിയമസഭ നിങ്ങൾ പഠിക്കണം. യാക്കോബ്, എന്ത് അനുഗ്രഹമാണ് വേണ്ടത്? എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ ഞാൻ വിടുകയില്ല. യാക്കോബ്, നീ നാമകരണം ചെയ്യുവാനുള്ളവനാണ് ഇസ്രായേൽ എന്നോ. ഇസ്രായേൽ എന്നതാണ് നിന്ന് പിടിക്കുന്നവനെന്ന് അർത്ഥമുണ്ടെങ്കിൽ ഈ നാളുകൾ നിങ്ങളൊന്ന് തിരിച്ചറിയണം. യാക്കോബിന് ഒന്നും കുറവില്ലായിരുന്നു. ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ രാത്രി മുഴുവനും എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ വിടുകയില്ല എന്ന് പറയുമ്പോൾ ദൂതൻ മികയില്ല, എന്നെ വിടുതായി തിരിച്ച് ദൂതൻ പറയണമെങ്കിൽ എന്തോ ഒരു വേറെ ലെവലുള്ള പ്രാർത്ഥനയാണ്, ചിന്തയാണ് യാക്കോബ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. അതാണ് ഈ രാത്രിക്കാല സന്ദേശമായി ഞാൻ കൈമാറുന്നത്. നിങ്ങളെ സാമ്പത്തികത്തിനുള്ള പ്രാർത്ഥനയല്ലേ ഇത്. ചില നശിച്ചു പോകുന്നവർക്ക് വേണ്ടി, അല്ലെങ്കിൽ തളർന്നു കിടക്കുന്നവർക്ക് വേണ്ടി, മരിച്ച് ഓരോ ദിവസവും മഴിച്ച് മണ്ണറഞ്ഞു പോകുന്നവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഈ നാളുകൾ നിലപാടെ വീടുക, രാത്രിയാമങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ, ഈ നാളുകൾ ഹോസിയ 12-ാം അധ്യായത്തിലെ 4-ാമത്തെ നിങ്ങൾ വാക്യം വായിച്ചാൽ, ഹോസിയ 12:4 വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, എന്നെ അനുഗ്രഹിച്ചിട്ടെല്ലാം വിടുകയില്ല എന്ന് രാത്രികളിൽ പ്രാർത്ഥിക്കുന്ന അവിടെയും നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന കാണുവാൻ കഴിയും. ഈ രാത്രികാലം ഒരു സന്ദേശം ഞാൻ കൈമാറുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ നാളുകൾ അങ്ങനെ നീ നിന്റെ കൂടാരത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, എല്ലാവരും ഈ ആലയത്തിൽ ഇരുന്ന് നീ എന്നെ അനുഗ്രഹിച്ചിട്ടില്ലാതെ, കാരോട് ദേശത്തിൽ ഒരു ഉണർവ് സംഭവിച്ചിട്ടില്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, യാക്കോബേ, നിന്റെ കൂടാരത്തിന്റെ അകത്ത് ഏശാവ് വാളുമായി വരുന്നു. മനസ്സിലായവർക്കായി സ്തോത്രം. ഏശാവേ, നിന്റെ കൂടാരത്തിൽ ഏശാവ് വാളുമായി വരുമ്പോൾ അവൻ വാൾ എടുത്ത് അകത്തേക്കിട്ട് നിന്നെ നമസ്കരിക്കും. എത്ര പേർക്ക് മനസ്സിലായി? നീ സഭാ പ്രാർത്ഥിക്കുമ്പോൾ
മനുഷ്യരുടെ മുൻപിൽ ഒരിക്കലും കരയരുത്. ദൈവത്തിന്റെ മുൻപിൽ കരയുക. ദൈവത്തിന്റെ മുൻപിൽ കരഞ്ഞവരെ ദൈവത്തിന്റെ മുൻപിൽ 3 നേരം മുഴങ്കാൽ പടിയിട്ട് മുട്ടുമടക്കിയ ദാനിയേൽ സിംഹത്തിന്റെ മുൻപിൽ അവൻ എന്ത് ചെയ്തു? വിജയിച്ചു. എന്നാൽ മനുഷ്യരുടെ മുൻപിൽ നീ കരഞ്ഞാൽ തോറ്റുപോകും, ദൈവത്തിന്റെ മുൻപിൽ കരഞ്ഞാൽ നീ വിജയിക്കുമെന്നുള്ളത് പൂർണ്ണ ഉറപ്പാണ്. എത്ര പേര് ആമേൻ പറയുന്നതിന്? അപ്പോ യേശാവ് യാക്കോബിൽ നീ നിലംപരിചയായിരുന്ന ഈ എന്നെ വിടുവിച്ചിട്ടല്ലാതെ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ വിടുകയില്ല എന്ന് പറഞ്ഞ യാക്കോബേ, നിനക്ക് ദൈവത്തിനാവുന്ന യേശാവിനെ വാളകത്തിടാൻ പ്രയോഗം തന്നെ. ഈ നാൾ ഇതിന്റെ ഉപരിയായി ഒരു പഠനം നിങ്ങൾക്ക് ആവശ്യമില്ല. എന്തെങ്കിലും പ്രതിസന്ധി ജീവിതത്തിൽ വരണമെങ്കിൽ പ്രാർത്ഥനാ മുറിയിൽ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുക. നിലവിളിക്ക് അടുത്ത വീട്ടുകാരൻ കേട്ടാലും കേട്ടില്ല അതൊരു പ്രശ്നമല്ല. നമുക്ക് നിലവിളിച്ച് യേശുവേ എന്നൊരു വിളി വിളിച്ച് അങ്ങോട്ട് നീ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയ ഏത് വാളിനേക്കാളും ആ വാൾ ശക്തമാണ്. പ്രാർത്ഥന എന്ന വാൾ ശക്തമാണെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. വേഗത്തിൽ ഞാൻ മുൻപോട്ട് പോകട്ടെ. യേശയ്യാവിന്റെ പ്രവചന പുസ്തകം 54-ാം അധ്യായത്തിന്റെ അവസാനം ഒരു മനോഹരമായ ഒരു വാക്യമുണ്ട്. എന്നെ വളരെ സ്പർശിച്ച ഒരു വാക്യമാണ്. യേശയ്യാവ് 54 അവസാനം എല്ലാവർക്കും കാണാപ്പാടമാ. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കത്തില്ല. ആമേൻ. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കത്തില്ല. അപ്പൊ ഒരു കാര്യം, നിനക്ക് വിരോധമായി ആയുധം ഇല്ലെന്നല്ല, ഉണ്ടാക്കത്തില്ല. നിനക്ക് വിരോധമായി ആയുധം ഉണ്ടാക്കത്തില്ലെന്നല്ല, ഉണ്ടാക്കും. അപ്പൊ ആര് പറഞ്ഞു നിങ്ങൾക്ക് പ്രശ്നമില്ലെന്ന്? ആര് പറഞ്ഞ? ഇതിന്റെ അപ്പുറത്ത് എന്താ വേണ്ടത്? ഞാൻ ഇത് വായിച്ചപ്പോൾ ഇന്നലെ രാത്രി ഇത് കിട്ടി, ഈ വചനം കിട്ടി ഇന്നലെ രാത്രിയാണ്. അപ്പൊ ഞാൻ ചിന്തിച്ചു, പ്രശ്നമില്ലെന്ന് പിന്നെ ഒരിക്കലും പ്രാർത്ഥിക്കരുത്. വിശ്വാസികൾ പ്രശ്നം വരും. നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഏതൊരു ആയുധം പ്രശ്നം ഉണ്ടാക്കും. അവൻ വാളെടുക്കും, എല്ലാം എടുക്കും. പ്രശ്നം തലയ്ക്ക് മേലെ വരും, എന്നാൽ ഒന്നും ഫലിക്കില്ല. വെടിമരുന്ന് തീ തൊട്ടതുപോലെ പെട്ടെന്ന് പോകും. ആമേൻ. അതൊരു ചലനം മാത്രം. ആമേൻ. വിശ്വാസി പഠിച്ചോ, ഈ നാളുകളിൽ നിങ്ങൾ ഈ വചനം പല ഊരോട് വായിച്ചാൽ മതി. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കത്തില്ല. അപ്പൊ ആയുധം എടുക്കുന്നവനെ അല്ലെങ്കിൽ മഞ്ഞപ്പത്രം നിനക്കെതിരെ ഇറക്കിയാൽ നിന്റെ ഫയൽ ക്ലോസ് ചെയ്യുവാൻ ആരെങ്കിലും തീരുമാനിച്ചാൽ നേരെ മറിച്ച് 1 മാസത്തിനകത്ത് അവന്റെ ഫയൽ ക്ലോസ് ആവും. ആമേൻ. അങ്ങനെ മാത്രം നിങ്ങൾ തീരുമാനിച്ചാൽ മതി. നിനക്കെതിരെ ഫയൽ ഓപ്പൺ ചെയ്തോ അല്ലെങ്കിൽ നിനക്ക് വിരോധമായിട്ടുള്ള ഫയലോ ദാനിയേൽ നിനക്കെതിരെ ഒരു കയ്യെഴുത്ത് ഉണ്ടായെന്ന് അറിഞ്ഞിട്ട് പോലും യെരൂശലേമിന്റെ വാതിലുകൾ പോയെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ വചനം. നിനക്കെതിരെ മരണത്തിനെതിരെ ഒരു കയ്യെഴുത്ത് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും പതിവ് പോലെ ദാനിയേൽ യെരൂശലേമിന്റെ വാതിലുകൾ തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? എനിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? ഈ തലത്തിൽ നാം എത്തണം. ഈ നാളുകൾ ഈ അന്തരീക്ഷത്തിൽ എത്തിയാൽ മാത്രമേ വിശ്വാസ ജീവിതം എന്നുള്ളത് പൂർണ്ണമായി നമുക്ക് സ്വീകരിക്കാൻ കഴിയത്തുള്ളൂ. ചുമ്മാ നടക്കരുത്. കാരണം ഇതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവൻ. ഞാൻ വിശ്വസിക്കുന്നു അവൻ മരണത്തിനെതിരെ കൈയെടുത്ത് വന്നിട്ട് പോലും എന്തോ വിശ്വാസ വീരനാവൻ പതിവ് പോലെ യെരൂശലേമിന്റെ വാതിലുകൾ തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദാനിയേൽ. അതാണ് അവന്റെ പേര്, പ്രാർത്ഥനാ വീരൻ എന്നൊക്കെ ചിലരൊക്കെ വേദപണ്ഡിതന്മാർ പറയാറുള്ളത്. ഈ നാട്ടിൽ കേൾക്കണമേ, നിനക്കെതിരെ ഉണ്ടാക്കുന്ന യാതൊരു പക്ഷെ നീ എന്തായിരിക്കണം? പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നിലമ്പാടെ വീഴുന്ന പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. വേഗത്തിൽ ഞാൻ തൊട്ട് വരാം. പഴയ നിയമത്തിലെടുക്ക്, പുതിയ നിയമത്തിൽ അങ്ങനെയാണെങ്കിൽ പഴയ നിയമത്തിലെടുക്ക്. മോശ എന്ന ഒരുത്തൻ ഇതാ ഇസ്രായേൽ ജനതയെ വഴി നടത്തി ചെങ്കടലിലെ മരുഭൂമി യാത്ര ഇതാ പോയിക്കൊണ്ടിരിക്കുക. അവർ ഷൂർ എന്ന ഒരു എന്നെടുത്തി ഇത് മരുഭൂമിയിലെത്തി. ഷൂർ എന്ന മരുഭൂമിയിലെത്തി. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു ഭാഗമാണ്. എല്ലാവർക്കും അറിയാം, ചരിത്രം എല്ലാവർക്കും അറിയാം. ഇതാ ഒരു കൊച്ചു കുഞ്ഞിനെ ചുമക്കുന്നത് 30-40 എണ്ണത്തെ ഇതാ കൊണ്ട് നടക്കുക. ഇസ്രായേൽ ജനത സാധാരണ ജനതയിലെ ചോദ്യം ചോദിക്കുന്നവർ. എന്നാൽ മോശ ചെയ്യാത്ത ഒരു കാര്യം കൊണ്ട് ചെയ്ത ഒരു കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മോശ അവിടെ ചെയ്യാത്ത ഒരു കാര്യം, ജനം ഇങ്ങനെ ഷൂർ മരുഭൂമിയിൽ വന്നപ്പോൾ മാറയൊക്കെ ഇങ്ങനെ മാറയിലെ കൈപ്പായപ്പോഴൊക്കെ ജനം ഇങ്ങനെ തോണ്ടുവാൻ തുടങ്ങിയപ്പോഴൊക്കെ, അല്ലെങ്കിൽ നമ്മളുടെ പലരും ചെയ്യുന്നത്, ജാതികളിൽ പലരും ചെയ്യുന്നത് തോളത്തിട്ട് അല്ലെങ്കിൽ യഹോവ ഇങ്ങനെ തന്നെ, അല്ലെങ്കിൽ യേശു ഇങ്ങനെ തന്നെ. ഒരു ഇസ്രായേൽ ജനതയിൽ പുരുഷന്റെ തോളത്ത് കൈവിട്ട് ആര് പറഞ്ഞില്ല? നിങ്ങൾ അങ്ങനെ, അല്ലെങ്കിൽ യേശു ഇങ്ങനെ തന്നെ കൂടെ നടന്നിട്ട് നമ്മളെ കുറിച്ച് വേറെ പറയും, അല്ലെങ്കിൽ அப்படிதான், അല്ലെങ്കിൽ அப்படிதான் அப்படி கூட சொல்லாத. മനസ്സിലാവുന്നുണ്ടോ? ആരെയും അത് ഒറ്റപ്പെടുത്തി സംസാരിക്കരുത്. അപ്പോ ഒരിക്കലും മോശം അത് ചെയ്തില്ല. അല്ലെങ്കിൽ യേശു കർത്താവ് അങ്ങനെ ആരും ചെയ്തില്ല. മോശം പറഞ്ഞില്ല. ഇത്രയും 30-40 ലക്ഷം എണ്ണം മുറുമുറുത്തിട്ട് ഒറ്റ വാക്ക് ആര് പറഞ്ഞില്ല? മോശ പറഞ്ഞില്ല. മോശ ദൈവത്തോട് ചോദിച്ചു, ദൈവം ഇത് എന്താണ് കാണിക്കുന്നത്? അങ്ങോട്ടാണ്. മോശ പറഞ്ഞു, നിക്ക് മോശ, നീ അടങ്ങി നിക്ക്. ഞാൻ ഈ ജനത്തോട് ചെയ്യുവാൻ പോകുന്ന വീട്ടിൽ പ്രവർത്തികൾ നീ കാണുക. നിന്നെ ഞാൻ വലിയ ജാതിയാക്കും. ഇത്രയേ ഉള്ളൂ. വീണ്ടും ആവർത്തിച്ച് ദൈവമാവ് പറഞ്ഞത്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ചെയ്ത ഒരു കാര്യം കൊണ്ട് മാറിയിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ 30 ലക്ഷം എണ്ണം
മാറായിൽ കൈപ്പായതുകൊണ്ട് മുറുമുറുത്തപ്പോൾ ആരവാരമാണ് അവിടെ കേട്ടത്. ആരവാരം കേട്ടപ്പോൾ മോശ മാറിയിരുന്ന് പ്രാർത്ഥിച്ചു. എന്നെ വളരെ ചിന്തിപ്പിച്ചു. എത്രയോ പ്രശ്നം 30-40 ലക്ഷം എണ്ണം മുറുമുറുത്ത് കൊണ്ടിരുന്നപ്പോൾ ഞാൻ ചെയ്യേണ്ട സങ്കല്പം ഇങ്ങനെയാണ്. ഇവരെല്ലാം ഇങ്ങനെ നടന്ന് അവിടെ ഇവിടെ ഇങ്ങനെ മുറുമുറുത്ത് നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലം കിട്ടിയാൽ അവിടെ ഇരുന്ന് ഒരു 5 മിനിറ്റ് മോശ പ്രാർത്ഥിച്ചു കാണും. വീണ്ടും എണീറ്റ് ഇമാരെ കൂടെ നടന്നിട്ട് വീണ്ടും മുറുമുറുപ്പ് കേട്ട് മാറിയിരുന്ന് 5 മിനിറ്റ് പ്രാർത്ഥിച്ചു കാണും. മോശ പ്രാർത്ഥിച്ചു. എന്നാൽ മോശ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അവസാനിപ്പിക്കണം, ഇതൊരു കൈമാറി അനുഗ്രഹമായി ഫിനിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. മോശ പ്രാർത്ഥിച്ചപ്പോൾ മോശയ്ക്ക് യേശു കർത്താവ് കൈപ്പായ വെള്ളത്തിനെ മധുരമാക്കുവാൻ വേണ്ടി വൃക്ഷത്തെ കാണിച്ചു. എത്ര എണ്ണമുണ്ടായിരുന്നു, ഒരുത്തൻ പോലും ഇല്ലാത്തത് നിനക്ക് ദൈവം കാണിക്കണമെന്ന് നീ പ്രാർത്ഥിക്കണം. ആമേൻ. കുടുംബത്തിൽ വരുവാൻ പോകുന്ന ചില പ്രതിസന്ധികളെ, ഏതെങ്കിലും തരത്തിലുള്ള മരണത്തിന് നിഴലായ പ്രശ്നങ്ങളെ അതിജീവിക്കണമെങ്കിൽ നീ പ്രാർത്ഥിക്കുന്നവനായിരിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ പ്രശ്നത്തിന് പരിഹാരം ദൈവാത്മാവ് കാണിക്കും. അവിടെ എടുത്തിടുന്നല്ല ദൈവാത്മാവ് പറഞ്ഞത്, അല്ലെങ്കിൽ എടുത്തു വെട്ടിക്കൊണ്ട് വാ ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല. ദൈവാത്മാവ് മോശയെ കാണിച്ചു. നിങ്ങൾക്ക് ചരിത്രം അറിയാം, വെട്ടിയിട്ട് മാറാൻ മധുരമായി. എന്നാൽ ഈ രാത്രികാലം കേൾക്ക്, പലപ്പോഴും പല മാറയും മധുരമാക്കാൻ കഴിയാത്ത ജീവിതത്തിലാണ് നാം ഇന്നുമായിരിക്കുന്നത്. ഇന്ന് 5 മിനിറ്റ് തരുമ്പോൾ നിലവിളിക്കുവാൻ തയ്യാറാണെങ്കിൽ അതിനെ മാറായി മധുരമാക്കുവാൻ ശക്തനായ യേശു കർത്താവ്. ഞാൻ പ്രസംഗിക്കുന്നത് മുഴുവൻ പ്രസംഗിക്കുന്ന വേദപുസ്തകത്തിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് പ്രാഗൽഭ്യമുണ്ട്, പ്രാർത്ഥിക്കാൻ ഒരു പ്രാഗൽഭ്യമുണ്ട്. എല്ലാ കണ്ണുകളും ഈ രാത്രികാലം അടക്കി വേഗത്തിൽ നിലവിളിച്ചത് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. യേശുവേ, മോശയ്ക്ക് മാറായി മധുരമാക്കി കൊടുത്തത് അവൻ നിനക്ക് ഒരു വൃക്ഷം നിനക്ക് കാണിക്കുവാൻ കഴിയുമെങ്കിൽ എന്റെ ജീവിതത്തിനെതിരെ പോരാടുന്ന പ്രശ്നങ്ങൾക്കെതിരെ വരുന്ന ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുവാനുള്ള ഒരു വൃക്ഷം കാണിപ്പാൻ, ഒരു പ്രതിസന്ധി അതിജീവിക്കുവാൻ കഴിയുള്ള ഒരു വേഗ സ്തംഭം പോലൊന്ന് കാണുവാൻ ഞാൻ ഇന്നും പ്രാഗൽഭ്യമുണ്ടെന്നുള്ള തിരിച്ചറിയുന്നവർ കേട്ട വചനത്തിന് മുൻപിൽ ആസ്പദമാക്കിക്കൊണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ശക്തമായിട്ടൊരു പ്രകാശനങ്ങൾ ഈ ആലയത്തിനകത്ത് ഈ വചന സന്ദർശനത്തിലൂടെ ഗുണവരുന്ന ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട്. പലരും തീരുമാനമെടുക്കുന്ന രാത്രിയായി തീരുന്നതുകൊണ്ട് സ്തോത്രം. എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ആരും മൗനമായിരിക്കരുത്, എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ശക്തമായി യേശുവേ, ഈ രാത്രികാലം പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ സ്വാതന്ത്ര്യമാക്കുന്ന അനുഗ്രഹങ്ങൾ ഈ രാത്രികാലം ഞങ്ങൾക്ക് തന്നതുകൊണ്ട് സ്തോത്രം എന്ന് പറയുന്നവർ കടത്തിലടിച്ച് ശക്തിയോടെ അവന്റെ മുൻപിൽ ശക്തി യേശുവിന്റെ നാമത്തിൽ രാത്രികാലം. യേശുവേ, ഈ രാത്രികാലം മാർക്കോസിന്റെ ജീവിതത്തിൽ അപ്പാ തന്ന വെളിപ്പാടിനായി സ്തോത്രം. മാർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് തന്ന വെളിപ്പാടിനായി സ്തോത്രം. മലമുകളിൽ ഏറിപ്പോയി പ്രാർത്ഥിച്ച ദൈവത്തിന് മുൻപിലായിരുമ്പോൾ അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ടെങ്കിൽ, എന്നെ കാണുന്ന, എന്നെ സംസാരിക്കുന്ന, ഞാൻ തൊടുന്ന, എന്നെ തൊടുന്ന അനേകം ഞാൻ അനുഗ്രഹമായി തീരുവാൻ എത്ര പേർ തീരുമാനമെടുക്കും? പ്രാർത്ഥിച്ചാണ് യേശുവിന്റെ നാമത്തിൽ ഈ രാത്രികാലം പല കുടുംബങ്ങൾക്കും ഈ അനുഗ്രഹമായി തീരുന്ന കുടുംബങ്ങൾക്കായി തോന്നി, പല കുടുംബങ്ങൾക്കും അനുഗ്രഹമായി തീരുന്ന കുടുംബങ്ങൾക്കായി തോന്നി, പലരും തീരുമാനമെടുക്കും. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പലരും തീരുമാനമെടുക്കുന്ന കുടുംബങ്ങൾക്കായി തോന്നി, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പലരും തീരുമാനമെടുക്കുന്ന കുടുംബങ്ങൾക്കായി തോന്നി. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ തീരുമാനങ്ങളെ സ്വർഗ്ഗത്തിലെ തമ്പുരാൻ കേട്ടതുകൊണ്ട് സ്തോത്രം. നിലവിളിച്ച് പ്രാർത്ഥിക്കുക, നിലവിളിച്ച് രാത്രികാലം ശബ്ദമെത്തി പ്രാർത്ഥിക്കുക. യേശുവേ, ഈ രാത്രികാലം ശക്തമായിട്ടൊരു നിലപാട് വ്യാപരിക്കപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ അതുല്യത ഇന്നത്തെ വെളിപ്പെടുമ്പോൾ, അതിന്റെ മുൻപിൽ നിൽപ്പാൻ, വചനത്തിന്റെ അതുല്യത വെളിപ്പെടുമ്പോൾ അതിന്റെ മുൻപിൽ നിൽപ്പാൻ ഓരോ ശക്തികൾക്കും
ഉന്നതത്തിനെതിരെ, എന്റെ ഉന്നതത്തിനെതിരെ, എന്റെ പുരോഗമനത്തിനെതിരെ അടക്കി വച്ചിരുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളെയും പ്രാർത്ഥന കൊണ്ട് ഞാൻ സാക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ചെയ്യപ്പെടുന്നതാണ്. പ്രാർത്ഥന ഊരി വെട്ടുവാനുള്ള ഫലമാണ്. അന്യഭാഷ പറയുന്നവൻ തനിക്ക് ആത്മീക വർദ്ധന വരുത്തുന്നു. പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർദ്ധന വരുത്തുന്നുവെങ്കിൽ അന്യഭാഷ പറയുന്നവൻ അവൻ തനിക്ക് തന്നെ ആത്മീക വർദ്ധന വരുത്തുന്നു. ശബ്ദമുയർത്തി അന്യഭാഷ പറഞ്ഞുകൊണ്ട് പ്രവചിച്ചു തുടങ്ങിയാട്ടെ. ഈ രാത്രികാലം സഭയ്ക്ക് അതിരുകൾ വിശാലമാകുന്ന ഒരു രാത്രികാലം തീരുന്ന കൃപകൾക്കായി നന്ദി. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചില കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രദർശനം, പരിശുദ്ധാത്മാവിന്റെ പ്രദർശനം ഇപ്പോൾ തന്നെ ആക്രമിക്കുവാനുള്ള പല വെളിപ്പാടുകൾ ദൈവാത്മാവ് കാണിക്കുന്നുണ്ട്. നിനക്കെതിരെ കടന്നു കയറി ആക്രമിക്കുവാനുള്ള പല ശ്രമങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നീ നിലച്ചു നിൽക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൊണ്ടാണ്. ഇപ്പോൾ ആരെയോ നോക്കി പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി കാണിക്കുന്ന വലിയ കടന്നു കയറി ആക്രമിക്കുവാനുള്ള അന്തരീക്ഷങ്ങൾ ഇന്നും നിന്റെ ജീവിതത്തിൽ ഉള്ളപ്പോൾ നീ ഇന്നും ജീവനോടിരിക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം മാത്രമാണ്. ദൈവത്തിന്റെ സാന്നിധ്യം മാത്രമാണ്. നന്ദി പറഞ്ഞ് ശബ്ദമേറ്റി നിന്നെ വഴിയിൽ തകർത്ത് കളയുവാൻ, നിന്നെ വഴിയിൽ തകർത്ത് കളയുവാൻ എത്രയോ തവണ പരിശ്രമിച്ചിട്ടും നടക്കാത്തത് ആരോ നിനക്ക് വേണ്ടി പ്രാർത്ഥന മുഖേന ജാഗരിക്കുന്നത് കൊണ്ട്, മാതാപിതാക്കൾ ജാഗരിക്കുന്നുണ്ട്. ഒറ്റ പ്രാർത്ഥന മുഖേന ഇളം പലരുടെ ജീവിതത്തിൽ ഇന്നും നിരാശകൾ വരാതിരിക്കുന്നത് മാതാപിതാക്കളുടെ പ്രാർത്ഥനയിൽ തിരിച്ചറിയുന്ന എല്ലാ ഇളം തലമുറയുടെ ശബ്ദമേറ്റി പരിശുദ്ധാത്മാവിന്റെ നിയോഗങ്ങൾ നീ നിലപാടെ ജാഗരിക്കുമ്പോൾ, നിലപാടെ രാത്രികളിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇനി എടുക്കുന്ന തീരുമാനം ഒരു പരാജയത്തിനല്ല. ഇനി എടുക്കുന്ന തീരുമാനങ്ങൾ പരാജയത്തിനല്ല. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് വീണ്ടും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്നു മുതൽ നീ എടുക്കുന്ന തീരുമാനങ്ങൾ വിജയത്തിലേക്ക് നിന്നെ കുതിപ്പായി തീരും. ഇന്നു മുതൽ നീ എടുക്കുന്ന തീരുമാനങ്ങൾ അത് പരാജയത്തിനല്ല, അത് പരാജയത്തിനല്ല. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. ഒരു പൈതൽ പോലും വിട്ടു നിൽക്കുന്നില്ല. ഓരോ പരിശുദ്ധ ഈ രാത്രികാലം ആ പ്രവചന വാക്യങ്ങൾ ഓരോ ശിരസിന്മേൽ പറയപ്പെട്ട ഈ സഭയുടെ അതിരുകൾ ഇന്നു മുതൽ വിശാലമാകുന്ന ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രകാശനങ്ങൾ ഈ ആലയത്തിനകത്ത് മാത്രമല്ല, ഇതിന് ചുറ്റുമുള്ള 1 കിലോമീറ്റർ ചുറ്റളത്തോളം ഈ രാത്രികാലം ഈ പ്രകാശനം എത്തിക്കഴിഞ്ഞെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പ്രാർത്ഥനയുടെ അതിരുകൾ വിശാലമാകുമ്പോൾ തന്നെ അന്ധകാര ശക്തികൾ ഇരിക്കാൻ കഴിയാതെ വിറയ്ക്കുന്ന നിമിഷങ്ങളാണ്. മരണത്തിന്റെ കരുതികൾ മാറ്റപ്പെടുന്ന നിമിഷങ്ങളാണ്. മരണത്തിന്റെ കണികൾ മാറ്റപ്പെടുന്ന നിമിഷങ്ങളാണ്. നിനക്കെതിരെ കുലയ്ക്കുന്ന നായി തുടങ്ങി തകർക്കുന്ന മരണദൂതങ്ങളെ, നിനക്കെതിരെ കുലയ്ക്കുന്ന നായി തുടങ്ങി തകർക്കുന്ന മരണദൂതങ്ങളെ കൂട്ടുകുത്തുന്ന രാത്രിയായിരിക്കും ഇന്നത്തെ നിന്റെ വിദ്യാഭ്യാസത്തിന്റെ പോരാടുന്ന, സാമ്പത്തികത്തിന്റെ പോരാടുന്ന, ബിസിനസ്സുകളെ പോരാടുന്ന എല്ലാ തരമായ ശക്തികളെ ഈ രാത്രികാല പ്രാർത്ഥനയിൽ ഓർക്കപ്പെടട്ടെ. പ്രാർത്ഥനയെ കുറിച്ചറിയാം. എല്ലാവരും പ്രാർത്ഥിക്കുക. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി സ്തോത്രം. വെറും വാക്കുകൾ കൊണ്ടല്ല, പ്രവൃത്തിയിൽ രാത്രി നീ ദൈവജനത്തോട്
കാണിച്ചതുകൊണ്ട് സ്തോത്രം. അത് പ്രവൃത്തിയിലൂടെ നീ കൈകാര്യം ഏറ്റെടുത്തതുകൊണ്ട് സ്തോത്രം. ഒരു മാനുഷിക ശബ്ദമല്ല രാത്രികാലം വഴങ്ങപ്പെട്ടത്. ഞാൻ വിശ്വസിക്കുന്ന ഒരിക്കലും എന്റെ ശബ്ദമല്ല, ഈ പരിശുദ്ധാത്മാവിന്റെ സാക്ഷാൽ അവന്റെ ശബ്ദം തന്നെയാണ്. ഈ 2020 ജനത്തിന്റെ അനുഗ്രഹം ഈ കൊതിക്കുന്ന സാക്ഷാൽ മഹാപുരോഹിതനാണ്. ഈ ജനത്തിന്റെ അനുഗ്രഹം കൊതിക്കുന്ന സാക്ഷാൽ ഈ മഹാപുരോഹിതനാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അപ്പാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 2022 ഇവർ കരഞ്ഞത് മതി, ഇവർ നിലവിളിച്ചത് മതിയപ്പ. ഈ ജനം കരഞ്ഞത് മതി, നിലവിളിച്ചത് മതി, ശോധന അനുഭവിച്ചത് മതി. അപ്പാ താങ്ങുവാൻ ബലമില്ലപ്പ. പ്രാർത്ഥനയുടെ ഇവർ നേടുവാൻ പോകുന്ന വലിയ പദ്ധതികൾക്കായി സ്തോത്രം. ഇന്ന് മുതൽ ഈ പ്രാർത്ഥനാലയത്തിൽ നിന്ന് ഇവരെടുത്ത തീരുമാനം ഈ സഭയ്ക്ക് അതിരുകളെ വിശാലമാക്കുന്ന, കുടുംബത്തിൽ പല അനുഗ്രഹങ്ങളെ കൊണ്ടുവരുന്ന, എന്തിനേറെ കാരുടെ ദേശത്തിന് പോലും പലരുടെയും അനുഗ്രഹത്തിന് കാരണമാക്കിയിരുന്ന ഈ നല്ല രാത്രിക്കായി സ്തോത്രം. അങ്ങ് സ്ഥലത്തേക്ക് പോയി മാതയെന്ന് പ്രാർത്ഥിച്ചപ്പോൾ, അങ്ങ് മലമുകളിൽ കയറി എന്ന് പ്രാർത്ഥിച്ചപ്പോൾ, അങ്ങിൽ നിന്ന് ശക്തി പുറപ്പെട്ട് സകല സൗഖ്യമാക്കിയത് പുതിയ നിയമസഭയ്ക്ക് കൈമാറിയ അതേ രക്തത്തിന്റെ സാന്നിധ്യം കൊണ്ട് ഈ ജനത്തിന്റെ മേൽ ഈ സാക്ഷി രാത്രിക്കാല കൈമാറപ്പെട്ട നല്ല വാക്കുകൾക്കായി സ്തോത്രം. പകരപ്പെട്ട തിരുവെഴുത്തുകൾ പരിശുദ്ധാത്മാവ് നിയോഗപ്രകാരമായതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്ന രാത്രിക്കാലം ഒരു അനുഗ്രഹത്തോടെ ഭവനിലേക്ക് പോകുന്ന സ്തോത്രം. അധിക പകർച്ചയുള്ള നാളുകളായിരിക്കുമ്പോൾ ജനം ജോലികൾക്ക് പല ഉദ്യോഗ കാര്യങ്ങൾക്ക് പോകുമ്പോൾ സാന്നിധ്യം കൂടെ ചെലുത്തപ്പ അവരുടെ കരസ്പർശനെ പിടിക്കുമ്പോൾ തന്നെ അവരെ ഒരിക്കലും അവരുടെ ദേഹത്തിൽ പറ്റാത്തതാണ്. കരസ്പർശമായിരിക്കുമ്പോൾ അവരുടെ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരിക്കലും പ്രതികൂലങ്ങളല്ല, ഒരിക്കലും പ്രതികൂലങ്ങളല്ല, അനുഗ്രഹത്തിലേക്ക് അവർ നയിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവിനെ നയിക്കണമേ. പ്രത്യേകിച്ച് വാഹന ഓടിക്കുന്നവരോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. യാത്ര മുഴുവൻ അവരെ കാത്തു സൂക്ഷിക്കണമേ. പ്രത്യേകിച്ച് അർഹങ്ങളായിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ വെളിപ്പാടോടെ അവരെ കാണുന്നു. ഈ നാളിൽ ദർശനമേറിയ പ്രകാശങ്ങൾ, ഈ വചനത്തിലുള്ള പ്രകാശങ്ങൾ അകലങ്ങളായിരിക്കുന്ന ചില സഹോദരങ്ങളെ തൊടുന്ന കൃപകൾക്കായി മതി. അവർ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവരുടെ തീർത്ഥാദികൾ കുടുംബങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കടലുകൾ കവിഞ്ഞു വീഴുന്ന ആ സാന്നിധ്യം ഇപ്പോൾ അവരെ സ്പർശിക്കുന്ന കൃപകൾക്കായി മതി. അവരിലൂടെ ഈ ദൈവപ്രവൃത്തി നടക്കുന്ന കൃപകൾക്കായി മതി. അടിയാന ബലപ്പെടുത്തിയോട് സ്തോത്രം. ഇനി ഒരിക്കലും ആലയത്തിൽ വെച്ച് ഞങ്ങൾ കാണുമ്പോൾ കൃപയിൽ കാക്കുന്ന വലിയ കൃപകൾക്കായി മതി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ